ഇത് നമ്മുടെ കേരളത്തിൽ പുതുമയാണ് എന്ന് മാത്രമല്ല, പാർലമെൻ്ററി ജനാധിപത്യം നിലനിൽക്കുന്ന നമ്മുടെ രാജ്യത്തെവിടെയും ഇതിനു മുൻപ് ഇത്തരമൊരു പരിപാടി ഏതെങ്കിലും സ്ഥലത്ത് നടപ്പാക്കിയതായി കേട്ടിട്ടില്ല. മാത്രമല്ല, ലോകത്ത് തന്നെ പാർലമെൻ്ററി ജനാധിപത്യം നിലനിൽക്കുന്നിടത്ത് എവിടെയെങ്കിലും ഇത്തരമൊരു കാര്യം നടന്നതായി നമ്മളാരും അറിഞ്ഞിട്ടുമില്ല. അപ്പോൾ ജനങ്ങൾ കാര്യങ്ങൾ അറിയേണ്ടതാണ് എന്ന ധാരണയിലാണ് LDF ഈ പ്രോഗ്രസ് റിപ്പോർട്ട് എന്ന പുതിയ സമ്പ്രദായം, അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്നതിൽ ആർക്കും തർക്കമുണ്ടാവില്ല, അവതരിപ്പിക്കുന്ന നില സ്വീകരിച്ചത്. അല്പം മുമ്പ് തലസ്ഥാന നഗരിയിൽ സമാപനം കുറിച്ചത് പിണറായി സർക്കാരിൻ്റെ വാർഷികാഘോഷത്തിന് മാത്രമാണ്. 100 മേനിയുടെ വിജയവഴിയിൽ പറഞ്ഞതൊക്കെ പാലിച്ചും നവകേരള നിർമ്മിതിയുടെ കരുത്തുള്ള പ്രഖ്യാപനത്തിൻ്റെ തുടർച്ചയാണ് യഥാർത്ഥത്തിൽ കൊടിയേറിയത്. എല്ലാ ജില്ലകളിലും എത്തിയ വൻ ജനസാന്നിധ്യം പുതിയ മാറ്റത്തെയും പുരോഗതിയെയും സ്വീകരിച്ചതിനുള്ള തെളിവാണെന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു. രാജ്യത്ത് മറ്റൊരു സംസ്ഥാനത്തിനും കഴിയാത്ത കടന്നുപോയ 9 വർഷവും മുടങ്ങാതെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്തു തീർത്ത കാര്യങ്ങൾ ഒക്കെയും ജനങ്ങളോട് വിശദീകരിച്ചുകൊണ്ട് പ്രോഗ്രസ് കാർഡുകൾ വർഷാവർഷം പുറത്തിറക്കി. അത് കേവലം യാദൃച്ഛികമല്ല, ചെയ്തതും മാത്രം പറഞ്ഞതെല്ലാം ചെയ്തും തുടരുന്ന ആത്മവിശ്വാസവും വസ്തുതയുമാണ് ഓരോ പ്രോഗ്രസ് കാർഡിൻ്റെയും പിന്നിലെ കരുത്ത്. തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പാലിക്കാനുള്ളതല്ലെന്ന് പരക്കെ പറഞ്ഞ് കയ്യടിയും നെഞ്ചളവും കാട്ടിയ പല പ്രമുഖരെയും നമുക്കറിയാം. ഇവിടെ കേരളവും അതിൻ്റെ ജനകീയ ഭരണകൂടവും അങ്ങനെയല്ല. നവകേരളം കേവലം പോസ്റ്റർ ക്യാപ്ഷനുമല്ല, മറിച്ച് എല്ലാ തലങ്ങളിലെയും വികസനം എല്ലാവരിലേക്കും എത്തിക്കുന്ന ജനകീയതയുടെയും പ്രായോഗികതയുടെയും പര്യായമാണ്. ക്യാപ്റ്റൻ എന്ന് ജനം വിളിച്ചതും വെറുതെയല്ല. പ്രതിപക്ഷം അനുനിമിഷം ഭസ്മാസുര വരസമാനം പൊലിഞ്ഞു വീഴുമ്പോഴാണ് ഭരണ തുടർച്ചയും വിജയവഴിയിലെത്തിച്ച പ്രോഗ്രസും ജനം തൊട്ടറിയുന്നത്. വിജയവാർഷികവും നവകേരളത്തിൻ്റെ പ്രോഗ്രസും നമുക്ക് ചർച്ച ചെയ്യാം. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് അഡ്വക്കേറ്റ് KS അരുൺകുമാർ CPIM, വിജയ് ഇന്ദുചൂടൻ കോൺഗ്രസ്, സ്വാമി സന്ദീപാനന്ദഗിരി. ഞാൻ ആദ്യം സ്വാമി സന്ദീപാനന്ദഗിരിയിലേക്ക്, കാരണം ഇന്ന് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത മുഖാമുഖ പരിപാടിയിൽ, തിരുവനന്തപുരം ജില്ലയിലെ മുഖാമുഖ പരിപാടിയിൽ അദ്ദേഹം രാവിലെ പങ്കെടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യം തങ്ങളുടെ ഒരു അനുഭവത്തെക്കുറിച്ച് അറിയാനാണ് ആഗ്രഹിക്കുന്നത്. മുഖ്യമന്ത്രി ഇന്ന് സംസാരിച്ചതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഈ പ്രോഗ്രസ് റിപ്പോർട്ടിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ ചില ഭാഗങ്ങളാണ് സ്വാമി നമ്മൾ ആദ്യം കേട്ടത്. ഇതൊരു പുതിയ സമ്പ്രദായമാണ്. പാർലമെൻ്ററി ജനാധിപത്യത്തിൽ ഇന്ത്യയിലെ ഒരു സംസ്ഥാനവും നാളിതുവരെ ചെയ്യാത്തതായിട്ടുള്ള ഒരു മാതൃകാ പുതിയ രീതിയാണ്, സമ്പ്രദായമാണ് കേരളം മുന്നോട്ട് വെച്ചത്. ഒരു മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ പ്രവർത്തന കാലയളവായിട്ടുള്ള 9 വർഷവും അതാത് വാർഷിക വേളയിൽ എല്ലാ മെയ് മാസക്കാലവും കടന്നുപോയ ഒരു വർഷക്കാലം എന്തു ചെയ്തു, അതിനാധാരമായി തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ജനങ്ങളോട് പറഞ്ഞത് എന്താണ്, അതിൻ്റെ ഓരോന്നിൻ്റെയും പ്രോഗ്രസ് എവിടം വരെയാണ്, എത്രമാത്രം പൂർത്തീകരിച്ചു, ഇനി എത്ര പൂർത്തീകരിക്കാനുണ്ട്, അങ്ങനെ പറഞ്ഞു പോകുന്നതിൻ്റെ ഒരു സവിശേഷമായ കേരള അനുഭവമാണ് മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചത്. അത് എത്രമാത്രം താങ്കളുടെ ഒരു അനുഭവത്തിൽ ഇന്ന് അവിടെ അദ്ദേഹത്തിനോടൊപ്പം മുഖ്യമന്ത്രിക്കൊപ്പം ആ പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ ബോധ്യപ്പെട്ടു താങ്കളെ സംബന്ധിച്ച്? ശരത്ത്, വളരെ സന്തോഷവും ഒരു മലയാളി എന്നതിൽ വളരെ അഭിമാനവും ഉണ്ടായിരുന്നു. നമുക്ക് മാത്രമല്ല, അതിൽ പങ്കെടുത്തവർക്കും ആ പരിപാടി ദൂരെ നിന്ന് വീക്ഷിച്ചിട്ടുള്ളവർക്കും ഒക്കെ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഒന്ന്, നമുക്ക് ആദ്യത്തെ ഒരു ആ മൊത്തത്തിലുള്ള ആളുകളുടെ ഒരു പല തുറയിലുള്ള ആളുകൾ വന്ന് ഓരോന്ന് പറയുമ്പോഴും അവരുടെ ആവശ്യമായിട്ട് പറയുന്ന സമയത്തൊക്കെ ഈ കേരളത്തിന് നമുക്കൊരു നാഥനുണ്ട് എന്നുള്ള ഒരു പറയാൻ ഒരാളുണ്ട്, അത് സശ്രദ്ധം കേൾക്കും, ഞാൻ ആരോട് പറയുന്നു അത് കേൾക്കുന്ന ഒരാളുണ്ട് എന്നുള്ളതാണ്. മഹാഭാരതത്തിൽ പറയുന്ന ഒരു കാര്യം യോജക തത്ര ദുർലഭ എന്നാണ്. ഇതൊക്കെ യോജിപ്പിക്കുന്നവരുടെ ഒരു ദൗർലഭ്യം, അതാണ് ഏറ്റവും പ്രധാനം എന്നാണ്. അതുണ്ടാകുന്നില്ല എന്നുള്ള. ഇവിടെ ഇതിനെയെല്ലാം കൃത്യമായി യോജിപ്പിക്കാൻ ഒരു ഭരണാധികാരിയുടെ ഭരണ മികവ് ജനം മനസ്സിലാക്കുക. പ്രതിസന്ധികളിൽ ഭരണാധികാരി എങ്ങനെ ജനങ്ങളോട് പ്രതികരിക്കുന്നു, അല്ലെങ്കിൽ ആ പ്രതിസന്ധികളെ എങ്ങനെയാണ് തരണം ചെയ്യുന്നത്, അതിന് ജനങ്ങൾ എന്ത് സ്വീകരിക്കണം എന്നൊക്കെ ഉള്ളത് പറയുന്നതാണ്. അപ്പോൾ ഇന്ന്
ശരത്ത് അവിടെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇന്ന് നമുക്ക് എത്രയോ പ്രായമുള്ളവർ, വലിയ വലിയ നമ്മുടെ അടൂർ ഗോപാലകൃഷ്ണൻ മുതലായിട്ടുള്ള അത്രയും എന്താ പറയുക, വലിയ ലോകത്തിൽ ശ്രദ്ധയെ ആകർഷിച്ചിട്ടുള്ള പല തുറയിലുള്ള ആളുകൾ, സിനിമാ മേഖല മാത്രമല്ല വിദ്യാഭ്യാസ മേഖലയും കർഷകരും എല്ലാവരും അടങ്ങിയിട്ടുള്ള ഒരു കോറമായിരുന്നു, ഒരു ഫോറമായിരുന്നു. ഇപ്പോൾ നമ്മളൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ മല്ലിക സുകുമാരൻ, മല്ലിക ചേച്ചി ഇന്ന് അവിടെ സംസാരിച്ചത് അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു കാര്യമല്ല. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അവർ ഒരു നേഴ്സിങ്ങിൽ കുറേ കാലം നേഴ്സായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു സ്ത്രീ, ഒരു നേഴ്സ്, മെയിൽ ഓർ ഫീമെയിൽ, അവരൊരു 15 വർഷമോ 20 വർഷമോ ഒക്കെ ജോലി കഴിഞ്ഞ് പിന്നീട് അവർക്കുണ്ടാകുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾക്ക് ചികിത്സയുമായി ബന്ധപ്പെട്ട് സർക്കാർ എന്തെങ്കിലും ചെയ്ത് കൊടുക്കാമോ എന്നുള്ള അവരുടെ ഒരു ചോദ്യം. അവർ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളോ മറ്റു കാര്യങ്ങളോ അല്ല. അതിനെത്ര മനോഹരമായിട്ടാണ് മുഖ്യമന്ത്രി അത് മറുപടി കൊടുത്തത് എന്നുള്ളതാണ്. അപ്പോൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയാണ്, അതിൽ ഇവിടെ നിന്ന് ഞാൻ ഇപ്പോൾ മറുപടി പറയുന്നതിൻ്റെ എന്താണ് അതിൻ്റെ പരിമിതികൾ, ഇതെല്ലാം എല്ലാവരെയും കേട്ട് നമ്മളും ഒരു വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യം ചോദിച്ചിരുന്നു. അതിന് എല്ലാവർക്കും കൃത്യമായ മറുപടികൾ കൊടുക്കുകയും പിന്നെ നമ്മളിതിൻ്റെ റിസൾട്ട് കാസർഗോഡ് മുതൽ ഈ തിരുവനന്തപുരം വരെ നമ്മൾ ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണ്, നമ്മുടെ കേരളത്തിലുടനീളവും അതുപോലെ തന്നെ ഇവിടെ. ഇപ്പോൾ ഞങ്ങളൊരു ചെറിയ ഗ്രൂപ്പുമായിട്ട് കണ്ണൂരൊക്കെ പോയി വന്നതേ ഉള്ളൂ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ്. അവർക്കൊക്കെ ഉള്ള അഭിപ്രായം അതാണ്, നമ്മുടെ നാട് മാറിയതിനെക്കുറിച്ച് ഒരുപാട് മാറ്റം, വളരെ പോസിറ്റീവായിട്ടുള്ളത്. അപ്പോൾ അത് മാത്രമല്ല, ജനാധിപത്യം എന്ന് നമുക്ക് ഇപ്പോൾ അത് അനുഭവിക്കാൻ സാധിക്കുന്നു. ജനങ്ങളെ കേൾക്കുന്നു. എന്തൊക്കെയാണോ ഞങ്ങൾ മുമ്പ് നിങ്ങളുടെ കേട്ടിട്ട് അത് നടത്തിയിട്ടുള്ളത് അത് പറയുന്നു, എന്നിട്ട് വീണ്ടും കേൾക്കാൻ തയ്യാറാകുന്നു. അതൊരു വളരെ ലോകത്തിൽ ആദ്യത്തേത് എന്ന് തന്നെ വിശേഷിപ്പിക്കുക, അതിൽ തർക്കമില്ല. ഞാൻ ഇത്രയും പറഞ്ഞതുകൊണ്ട് സ്വാമി ഇന്ന് അവിടെ ചോദിച്ച ചോദ്യം എന്തായിരുന്നു, മുഖ്യമന്ത്രിയുടെ മറുപടി എന്തായിരുന്നു? അതെ, അതായത് നമുക്കിന്ന് ഈ തെരുവ് നായ്ക്കൾ വലിയൊരു പ്രശ്നമാണ്. പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞത് അദ്ദേഹത്തോട്, അദ്ദേഹം ഈ ലോക്ക്ഡൗൺ കാലത്ത് തെരുവ് നായ്ക്കൾ ഭക്ഷണമില്ലാതെ അലയുന്ന ഒരു ദുരവസ്ഥയും കൂടെ ഉണ്ടായിരുന്നു. അതിനെ അദ്ദേഹം നമ്മളോടൊക്കെ പറഞ്ഞിരുന്നു, നിങ്ങൾ അതിൻ്റെ കാര്യവും കൂടെ ഒന്ന് ശ്രദ്ധിക്കണേ, അതിനുള്ള ഭക്ഷണം ഈ സമയത്ത് നമ്മുടെയൊക്കെ കാര്യമാണെങ്കിലും. അപ്പോൾ ഒരു തെരുവിൽ കഴിയുന്ന നായയുടെ ജീവനും അതിൻ്റെ നിലനിൽപ്പിനും വേണ്ടുന്നത് കരുതാൻ പറയുന്ന ആ ഒരു കരുതലുണ്ട്. നമ്മളത് അദ്ദേഹം എടുത്തു പറഞ്ഞു. അതുകൊണ്ട് ഈ തെരുവ് നായ്ക്കളെ, കേരളത്തിലെ മുഴുവൻ തെരുവ് നായ്ക്കളെ, ഓരോരോ നായ്ക്കളെയായിട്ട് സ്പോൺസർ ചെയ്യാനുള്ള മുഖ്യമന്ത്രി ഒന്ന് ആവശ്യപ്പെട്ടാൽ മാത്രം മതി, ആളുകൾ അതിന് തയ്യാറാവും. അതിനുള്ള നല്ല ഷെൽട്ടറുകൾ, അതിന് നമ്മൾ പറഞ്ഞത് ഈ നമുക്ക് വെറുതെ ഈ ഉപയോഗശൂന്യമായ ഈ ജല അതോറിറ്റിയുടെയൊക്കെ വലിയ വലിയ പൈപ്പുകളൊക്കെ ഉണ്ട്, സിമെൻറ്റ് പൈപ്പും അങ്ങനെയുള്ള പൈപ്പുകളൊക്കെ, ഇതിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ സഹവാസം. അപ്പോൾ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് നമ്മൾ ഇതൊക്കെ കൊണ്ടു, അതിന് പ്രത്യേകം ഇത് ഷെൽട്ടറൊന്നും ഉണ്ടാക്കേണ്ടതില്ല. ഇങ്ങനെയുള്ള ഈ പൈപ്പ് കുഴലൊക്കെ ഇട്ട് കൊടുത്താൽ അവന്മാർ അതിൻ്റെ ഉള്ളിൽ ഇതാവും. മാത്രമല്ല ഈ പുലിയും നരിയും ഒക്കെ ഇറങ്ങുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ, സി എമ്മിനോട് നമ്മൾ ഇറങ്ങി വന്നപ്പോൾ പറഞ്ഞു, കാരണം ഈ നായയെ ഭയങ്കര ഇഷ്ടമാണ് ഈ പുലിക്കും നരിക്കും ഒക്കെ. അപ്പോൾ അവന്മാരെ പിടിക്കാനാണ് ശരിക്കും പറഞ്ഞത്. ഇവർ ഇറങ്ങിക്കഴിഞ്ഞാൽ അവന്മാരൊക്കെ ഓടി ഒളിക്കും. അപ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു സംവിധാനം വളരെ പോസിറ്റീവായിട്ട് മുഖ്യമന്ത്രി ആ ഷെൽട്ടർ എന്നുള്ളതും സ്പോൺസർഷിപ്പ് തീർച്ചയായിട്ടും അത് സാധ്യമാണ് എന്നതും വളരെ പോസിറ്റീവായിട്ടാണ്. അത് നമ്മുടെ കാര്യത്തിൽ ചോദ്യത്തിന് മാത്രമല്ല, എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യം അതന്നെ നമ്മളെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ഇങ്ങനെ ഇരുന്ന് പേന കൊണ്ട് നോട്ട് ചെയ്തെടുത്ത് ഇത്രയും ആളുകൾക്ക് ഒരെണ്ണം പോലും വിട്ടുപോവാതെ കൃത്യമായി മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു എന്നുള്ളത് തന്നെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ടി.കെ. നായർ നമ്മുടെ കൂടെ, അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് നമ്മളായിരുന്നു അങ്ങോട്ടേക്ക് കൊണ്ടുവന്നതും തിരിച്ചും ഞങ്ങൾ. ടി.കെ. നായർ ഒരുപാട് പ്രധാനമന്ത്രിമാരുടെ കൂടെയും പലരുടെ കൂടെ ഇരുന്നിട്ടുള്ളതാണ്. അദ്ദേഹവും ചിലത് താരതമ്യം ചെയ്തു മുഖ്യമന്ത്രിയെക്കുറിച്ച്. വളരെ കൃത്യമായ ഒരു IAS ഓഫീസർ എന്നുള്ള നിലയിൽ ആ നിലയിൽ അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നമുക്ക് കേട്ടപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയെക്കുറിച്ച് ഈ ലെവലിലുള്ള ആളുകൾ വേറെ എന്തെങ്കിലും പറയുന്നതല്ലല്ലോ. അതുകൊണ്ടാണ് നമ്മുടെ അതെ, അദ്ദേഹം ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഒപ്പം പ്രവർത്തിച്ചയാളാണ്. അതെ, അദ്ദേഹം പറഞ്ഞു, ഞാൻ ഉമ്മൻചാണ്ടിയോട് പറഞ്ഞിട്ട് നടക്കാത്ത കാര്യം അദ്ദേഹം അങ്ങനെ തന്നെ നമ്മളോട് പറഞ്ഞു, ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. അദ്ദേഹം അത് ചെവിക്കൊണ്ടു, അദ്ദേഹം അത് നടപ്പാക്കി എന്ന്.
ഇന്നത്തെ കാര്യമാണോ? ഇന്ന് നിങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം പങ്കുവെച്ച ഒരു അനുഭവമാണോ അത്? അതെ അതെ അതെ, ടി കെ നായർ പറഞ്ഞ അനുഭവമാണ്. അദ്ദേഹത്തെ ഇത്രയും വലിയ എന്താ പറയുക കപ്പാസിറ്റിയുള്ള ഒരാൾ, അദ്ദേഹം അത്രയും എന്താ പറയുക ഇത്തരം കാര്യങ്ങൾ നടത്തിയെടുക്കുന്നത്, അസാധ്യം എന്നതിനെ സുസാധ്യമാക്കുന്ന കല, അസാധ്യം എന്നത് സുസാധ്യമാക്കുന്ന ഒരു കലയുടെ ഉപജ്ഞാതാവ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. നമ്മളൊക്കെ അസാധ്യം എന്ന് കരുതിയിരുന്നതിനെ സുസാധ്യമാക്കി എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ മലയാളികളെല്ലാം തന്നെ രാഷ്ട്രീയത്തിനപ്പുറത്ത്, ഇന്ന് നമ്മളവിടെ കണ്ട കാഴ്ച അതാണ്, രാഷ്ട്രീയത്തിനപ്പുറത്തുള്ള വളരെ അദ്ദേഹത്തോട് സ്നേഹത്തോടു കൂടി നന്ദി പറയുന്നതും ചോദിച്ചത് എല്ലാവരിലും ചിരി ഉണർത്തിയിട്ടുണ്ട്. എനിക്ക് ഇന്നതൊക്കെ കിട്ടി, ഇനി എന്താണ് കിട്ടുക എന്ന് എല്ലാവരും ചിരിക്കുമ്പോഴും മുഖ്യമന്ത്രി അത് കാരണം ഇനിയും തരാൻ തന്നെയാണ്. അതെ, എനിക്ക് ലൈഫിൽ വീട് കിട്ടി, ഇനി എന്താണ് എനിക്ക് ആനുകൂല്യം ലഭിക്കുക എന്ന ഒരു ചോദ്യമായിരുന്നു അതുമായി ബന്ധപ്പെട്ട് വന്നത്. അവിടെ സമൂഹത്തിൻ്റെ നാനാ തുറകളിൽപ്പെട്ട മനുഷ്യരാണ്, വ്യത്യസ്തരായ മനുഷ്യരാണ്, ജീവിതത്തിൻ്റെ പല അനുഭവങ്ങളിൽ നിന്ന് ആ അനുഭവവും പേറി ജീവിക്കുന്ന മനുഷ്യരാണ് വന്നിട്ടുള്ളത്. കെ സ്റ്റോർ, ഇപ്പോൾ കെ സ്റ്റോറിലൂടെ പലവ്യഞ്ജനങ്ങൾ, ഒരു സ്ത്രീയുടെ ചോദ്യം അതായിരുന്നു, കെ സ്റ്റോറിൽ പലവ്യഞ്ജനങ്ങൾ ഇപ്പോൾ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്, അത് വ്യാപകമായി എല്ലാ ഗ്രാമങ്ങളിലേക്കും എത്തുന്ന വിധത്തിലേക്ക് മാറ്റാൻ കഴിയുമോ എന്നൊരു ചോദ്യം സ്വാമി ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഈ തെരുവുനായ പ്രശ്നം താങ്കൾ പറഞ്ഞപ്പോൾ അതിനകത്തൊരു ഗൗരവമായ വിഷയം മുഖ്യമന്ത്രി അവതരിപ്പിച്ചു. അത് സരസമായിട്ടാണ് അദ്ദേഹം പറഞ്ഞതെങ്കിലും, അതായത് തെരുവുനായകൾ അതിനെ വന്ധ്യംകരിച്ചുകൊണ്ട് അതിനെ നിയന്ത്രിക്കാൻ നമ്മൾ വളരെ പ്രധാനപ്പെട്ട സ്റ്റേറ്റ് ഒരു വലിയ പരിപാടിയുമായി മുന്നോട്ട് പോയപ്പോൾ കേന്ദ്രത്തിൻ്റെ പുതിയ വ്യവസ്ഥ വന്നു ഈ വന്ധ്യംകരണവുമായി ബന്ധപ്പെട്ടല്ലേ. ആ രീതിയിലല്ലേ അദ്ദേഹം അതടക്കം അവിടെ ഇരുന്ന ആളുകൾക്കെല്ലാം നമ്മൾ ഒരു രാജ്യമല്ല, ഒരു സംസ്ഥാനം മാത്രമാണ്, നമുക്കതിൻ്റേതായിട്ടുള്ള ഒരുപാട് പരിമിതികളുണ്ട്, അതുകൊണ്ട് തന്നെ പല വ്യവസ്ഥകളും പാലിക്കേണ്ടതായി വരും, വ്യവസ്ഥയും ചട്ടവും ചട്ടം തന്നെയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആ അനുഭവം മുഖ്യമന്ത്രി വിശദീകരിച്ചത് താങ്കളുടെ ചോദ്യത്തിലായിരുന്നു. അതെ അതെ, ഇത്രയും തെരുവ് നായ്ക്കളെ ഇത് ഓപ്പറേറ്റ് ചെയ്തവർക്ക് മാത്രമേ അതിന് ഉള്ള അധികാരമുള്ളൂ എന്ന് പറയുന്ന ഒരു പുതിയ നിയമത്തെക്കുറിച്ച് നമ്മൾ ബോധവാനാവുന്നത് മുഖ്യമന്ത്രി ഇത് പറയുമ്പോഴാണ്. അതെ അതെ, അതൊരു ഒരു പുതിയ അറിവായിരുന്നു. അതായത് ഈ തെരുവുനായ്ക്കളെ വന്ധ്യംകരണം ചെയ്ത് അതിനെ ക്രമീകരിക്കാം എന്ന് തീരുമാനിച്ച് കേരളം അതിനുവേണ്ടി ഡോക്ടർമാരെ, വെറ്റിനറി ഡോക്ടർമാരെ സജ്ജമാക്കി മുന്നോട്ട് പോകുമ്പോഴാണ് കേന്ദ്രത്തിൻ്റെ പുതിയ വ്യവസ്ഥ വരുന്നത്. അത് ചെയ്യുന്ന ഡോക്ടർമാരെ സംബന്ധിച്ച് വലിയ തോതിലുള്ള നിബന്ധനകൾ മുന്നോട്ട് വെച്ച് ഈ വന്ധ്യംകരണം മുന്നോട്ട് കൊണ്ടുപോകാൻ ആ പ്രോസസ്സിന്, ആ മിഷനെ തടയും വിധത്തിലേക്ക് അവർ എത്രമാത്രം അതിൽ എക്സ്പീരിയൻസ്ഡ് ആണ്, എത്രമാത്രം വന്ധ്യംകരണ ശസ്ത്രക്രിയകൾ ഇതിനോടകം നടത്തി കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന് അതത്ര ബുദ്ധിമുട്ടേറിയ പരിപാടിയൊന്നുമല്ല എന്ന് തന്നെയാണ് ഡോക്ടർമാർ പറയുന്നത്. പക്ഷേ എന്നാൽ പോലും ഈ എണ്ണം ചോദിക്കുന്നതോടുകൂടി വെറ്റിനറി ഡോക്ടർമാർക്ക് ആ എണ്ണം തികച്ചതായി കാട്ടാൻ കഴിയാത്ത വിധം ആ പ്രോസസ്സ് ആകെ ദുർബലപ്പെട്ടു പോകുന്നു കേന്ദ്രത്തിൻ്റെ ആ ഒരൊറ്റ വ്യവസ്ഥ കൊണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. താങ്കൾ പറഞ്ഞ പോലെ തന്നെ നമുക്കൊക്കെ അതൊരു പുതിയ അറിവായിരുന്നു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത്, അല്ലേ? അതെ അതെ അതെ. പിന്നെ പറഞ്ഞ തമാശയും നമ്മളത് ഞങ്ങൾ വണ്ടിയിൽ കുറേ നേരം അത് പറഞ്ഞ് ചിരിച്ചു. കാട്ടുപന്നിയെ വെളിച്ചെണ്ണയിൽ സംസ്കരിക്കണോ, മണ്ണെണ്ണയിൽ സംസ്കരിക്കണോ? അതെ അതെ, അത് എന്താ പറയാ, അതെ, അത് വളരെ ഈ പറഞ്ഞ പോലെ വന്യജീവി ആക്രമണവുമായി കേരളത്തിൻ്റെ നമ്മൾ ഓർത്തത്. അത് ഞാൻ ആ കോട്ട് ചെയ്തത് ഞാനത് ഇവിടെ നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അതിലെ ഒരു പ്രത്യേകതയുള്ള കാര്യം, ഈ വന്യജീവി ആക്രമണം തിരുവനന്തപുരം ജില്ലയ്ക്കും ഈ പറഞ്ഞതുപോലെ കിഴക്കൻ പ്രദേശങ്ങളിൽ ഈ പറഞ്ഞ വനമേഖലയോട് ചേർന്ന ഒരുപാട് പ്രദേശങ്ങളുണ്ട്, ആദിവാസി കേന്ദ്രങ്ങളുണ്ട്, ഇവിടെ നിന്നെല്ലാം വന്ന ചോദ്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഈ കാട്ടുപന്നിയെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, കാട്ടുപന്നി എന്നുള്ളതൊക്കെ പണ്ട് നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു ജീവിയായിരുന്നു. ഇതിപ്പോൾ വനമില്ലാത്ത ആലപ്പുഴയിൽ പോലും കാട്ടുപന്നിയുടെ സാന്നിധ്യം എന്ന് അദ്ദേഹം സരസമായിട്ടാണെങ്കിലും അതൊരു യാഥാർത്ഥ്യമാണ്, നേരത്തെ തന്നെ അത് ആ നിലയിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതിന് മറുപടി പറഞ്ഞൊരു കാട്ടുപന്നികളുടെ ശല്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞത് ഞാൻ കുറിച്ചതാണ്, നാട്ടിലിറങ്ങുന്ന കാട്ടുപന്നികളെ കൊല്ലാൻ പഞ്ചായത്തുകൾക്ക് അനുമതി നൽകിയിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ കൊല്ലപ്പെടുന്ന കാട്ടുപന്നികളെ വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്, നേരത്തെ സ്വാമി പറഞ്ഞത്, അങ്ങനെ കൊല്ലപ്പെടുന്ന കാട്ടുപന്നികളെ വെളിച്ചെണ്ണ ഉപയോഗിച്ചാണോ മണ്ണെണ്ണ ഉപയോഗിച്ചാണോ സംസ്കരിക്കുന്നത് എന്ന് പരിശോധിക്കാൻ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നടക്കേണ്ടതില്ല, സംസ്കാരമൊക്കെ നടന്നോളും എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മെസ്സേജും മുന്നറിയിപ്പും എല്ലാവർക്കും ഉണ്ട്. അതെ, പ്രത്യേകിച്ച് വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക്, അല്ലേ? പ്രത്യേകിച്ച് പുലിപ്പല്ലൊക്കെ തേടി പോകുന്ന ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ഉണ്ട്. വലിയൊരു ഔത്സുക്യം ഇതിൽ കാണിക്കേണ്ട, നിങ്ങൾ ചെയ്യേണ്ടത് മാത്രം ചെയ്താൽ മതി, ആളുകളെ ഇതിൻ്റെ പേരിൽ ബുദ്ധിമുട്ടിക്കാൻ ഇറങ്ങിത്തിരിക്കേണ്ട എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. ഏതായാലും ഇന്ന്
ഇക്കാര്യങ്ങളിൽ നടന്നിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് അതേക്കുറിച്ച് കൂടി കുറച്ച് നമ്മൾ സംസാരിച്ചത്. ഏതായാലും കോൺഗ്രസ് പ്രതിനിധി അത് കൗതുകത്തോടെ കേട്ടിരിക്കും. കാരണം അദ്ദേഹം ഈ പരിപാടിയിലേക്ക് വന്നിരുന്നില്ല, സ്വാഭാവികമായി വരാനും ഇടയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനജീവിതവുമായി ബന്ധപ്പെട്ട് നടന്ന കുറേ കാര്യങ്ങൾ അതിൽ പങ്കാളിയായിരുന്ന സ്വാമിയോട് ചോദിച്ച് ഈ ചർച്ചയുടെ ഭാഗമായി ഈ ചർച്ചയുടെ ഒരു ഉള്ളടക്കമായി വരട്ടെ എന്ന് കരുതി തുടങ്ങി വെച്ചതാണ്. അത് അരുണും ചർച്ചയ്ക്ക് എത്തിയിട്ട് ഞാൻ ഇപ്പോൾ വിജയ് ഇന്ദുചൂടനിലേക്ക്, കോൺഗ്രസ് പ്രതിനിധിയിലേക്ക് പോവുകയാണ്. വിജയ്, ഇതിപ്പോൾ സർക്കാരിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ടിനെ കുറിച്ച് പറയുന്നത് പോലെയാണ് പ്രതിപക്ഷത്തിൻ്റെയും പ്രോഗ്രസ് റിപ്പോർട്ട് എന്താണ് എന്നുള്ള ഒരു ചോദ്യം. അത് വളരെ പ്രധാനപ്പെട്ടത് കൂടിയാണ്. പൊളിറ്റിക്കലി നോക്കിയാൽ ഇപ്പോൾ പിണറായിയെ ശരിയാക്കി കളയാം എന്ന് പറഞ്ഞാണ് കെ സുധാകരനെ വിളിക്കൂ എന്ന് പറഞ്ഞ ഒരു 4 കൊല്ലം മുമ്പ്, അതായത് 2021 പുതിയ സർക്കാർ വന്നു കഴിഞ്ഞപ്പോൾ കെ സുധാകരൻ എന്ന കണ്ണൂർ സിംഹത്തെ KPCC പ്രസിഡൻ്റാക്കിയത്. 4 കൊല്ലം കഴിഞ്ഞ് സർക്കാർ പ്രോഗ്രസ് റിപ്പോർട്ടൊക്കെ ഇറക്കി വലിയ ആത്മവിശ്വാസത്തോടെ 5-ാം വർഷത്തിലേക്ക് പോകുമ്പോൾ അദ്ദേഹം പരിപാടി അവസാനിപ്പിച്ച് ആ കസേര ഒഴിപ്പിച്ചു എന്നും വേണമെങ്കിൽ പറയാം. പകരം നിങ്ങൾ സണ്ണി ഡേയ്സാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ആ സണ്ണി ഡേയ്സിൽ ഇന്ന് വളരെ രസകരമായ ഒരു കാര്യം കൂടി അല്പം മുമ്പ് സംഭവിച്ചിട്ടുണ്ട്. വിജയ് അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതായത് ഈ പിണറായിയെ അധിക്ഷേപിക്കാൻ കോൺഗ്രസ് ഒരു കാലത്ത് ഇങ്ങനെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോയ ഒരാളാണ് മറിയക്കുട്ടി. ഓർമ്മയുണ്ടാവും, ഇടുക്കിയിലെ ആ മറിയക്കുട്ടി ഒരു അല്പം മുമ്പ് BJP ചേർന്നു. KPCC വീട് വെച്ച് കൊടുത്തു എന്നാണ് എൻ്റെ ഓർമ്മ. KPCC ചേർന്നിട്ടുണ്ട്. ഏതായാലും പ്രതിപക്ഷത്തിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് എങ്ങനെയുണ്ട് വിജയ്? ഈ സർക്കാരിനെ പറ്റിയാണ് ചോദ്യമെങ്കിൽ സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രതിപക്ഷത്തിന്റെ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ പരിതാപകരമായിട്ടുള്ള ഒരു പ്രോഗ്രസ് റിപ്പോർട്ടാണ് പ്രതിപക്ഷത്തിന്റെ. ഈ പ്രോഗ്രസ് റിപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഇത് സർക്കാർ ഈ പറയുന്നത് പോലെ ഒരു ട്രസ്റ്റ് നടത്തുന്ന ഒരു സർക്കാർ നൽകുന്ന ഒരു പ്രോഗ്രസ് റിപ്പോർട്ടാണ്. വളരെ വ്യക്തമായി തന്നെ ഇത് ജനങ്ങൾ ഏറ്റുകൊടുക്കുന്ന ഒരു പ്രോഗ്രസ് റിപ്പോർട്ടല്ലല്ലോ. അവിടുത്തെ മന്ത്രിമാരും സർക്കാരും ഇതിന്റെ പ്രതിനിധികളും പാർട്ടിക്കാരൊക്കെയാണോ അവർ നൽകുന്ന പ്രോഗ്രസ് റിപ്പോർട്ടാണ് സ്വാഭാവികമായിട്ടും സർക്കാരിന് കിട്ടുന്നത്. പടങ്ങളിലൊക്കെ പറയുന്ന പോലെ ഞാനും ഈ പറയുന്ന പോലെ ഇപ്പോൾ ആരെങ്കിലും എഴുതി കൊടുക്കുന്നതല്ല. അതായത് ഒരു സർക്കാർ 2016 മുതൽ ഓരോ വർഷവും അവർ ജനങ്ങളോട് വെച്ചിട്ടുള്ള പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ചെയ്തത്, ഒരു വർഷം കൊണ്ട് പൂർത്തീകരിച്ചതും മറ്റുമായ കാര്യങ്ങളാണ്. അത് സർക്കാരിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചാണ്. അല്ലെ പുറത്തു നിന്നോ പാർട്ടിക്കാരോ എഴുതി കൊടുക്കുന്നത് മുഖ്യമന്ത്രിക്ക് വായിക്കാൻ കഴിയില്ല. കാരണം തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയും അതിൽ സർക്കാർ ചെയ്ത കാര്യങ്ങളുമാണ് വിശദീകരിച്ചിട്ടുള്ള പ്രകടന പത്രിക. ആ പ്രോഗ്രസ് റിപ്പോർട്ടിൽ പറഞ്ഞോളൂ. ശരത്, അതിനകത്ത് വ്യക്തമായിട്ടുള്ളൊരു കാര്യം, അടിസ്ഥാനപരമായി നമ്മൾ എത്രയൊക്കെ ചർച്ച നടത്തിയാലും, നമ്മൾ എന്തെല്ലാം ചർച്ച നടത്തിയാലും, നമ്മൾ ഇപ്പോൾ ഈ ഒരു പ്രൈം ടൈമിൽ നമ്മൾ ചർച്ച നടത്തുമ്പോൾ അടിസ്ഥാനപരമായി നമ്മൾ ഈ കേരളത്തിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അതിരൂക്ഷമായിട്ടുള്ളൊരു കടക്കണിയിലാണ് കേരളം എന്നുള്ളത്. അതിനെ ആരും നിരാകരിക്കുന്നില്ല. നമ്മളടക്കമുള്ള, നിങ്ങളടക്കമുള്ള, അത് ഭരണപക്ഷമായിക്കോട്ടെ പ്രതിപക്ഷമായിക്കോട്ടെ, എല്ലാവർക്കും അറിയാവുന്ന വ്യക്തമായ ഒരു കാര്യമാണ്. അതിരൂക്ഷമായിട്ടുള്ള കടക്കണിയിൽ കേരളം പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇനി എത്ര ചർച്ച നടത്തിയാലും ഒരു മിനിറ്റ് ശരത്, ഞാനൊന്ന് പറഞ്ഞു പൂർത്തീകരിക്കട്ടെ. അല്ല, ഇത് എത്രയൊക്കെ നമ്മൾ ഇനി അടിസ്ഥാനപരമായിട്ടുള്ള ചർച്ച നടത്തിയാലും അതിരൂക്ഷമായിട്ടുള്ള കടക്കണിയിൽ നിൽക്കുന്ന കേരളത്തിന്റെ, അല്ലെങ്കിൽ അതിരൂക്ഷമായിട്ടുള്ള കടക്കണിയുടെ മുകളിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ എന്തൊക്കെ ചർച്ച നടത്തിയാലും ആ ചർച്ച ഇവിടെ നടത്തേണ്ടത്. അത് സ്ഥാപിക്കാൻ എന്ത് വിഷയത്തെക്കുറിച്ച് ചർച്ച നടത്തിയാലും നടത്തേണ്ടത്. അപ്പോ അതിന്റെ മുകളിൽ നിന്നുകൊണ്ട് നമ്മൾ നിരത്തേണ്ട ചില കാര്യങ്ങളുണ്ട്. ഞാനൊന്ന് പറഞ്ഞു പൂർത്തീകരിക്കട്ടെ. അല്ല, നിങ്ങൾ ആസ് എ ഒരു ഡിബേറ്റ് നടത്തുമ്പോൾ ഞാനൊന്ന് പറഞ്ഞു പൂർത്തീകരിക്കട്ടെ. ഒരു മിനിറ്റ്. ഒരു ചർച്ച തുടങ്ങി. നിങ്ങൾ പറഞ്ഞതിനെ ഈ കഴിഞ്ഞ 3-4 മിനിറ്റ് ഞാൻ വളരെ വ്യക്തമായി സർക്കാരിനെ കുറിച്ച് നിങ്ങൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും വളരെ മൗനമായിട്ടിരുന്ന് കേട്ടൊരു വ്യക്തിയാണ്. വളരെ വ്യക്തമായിരുന്ന കേട്ടൊരു വ്യക്തിയാണ്. അപ്പോ ഞാൻ പറയുന്ന ചില കാര്യങ്ങളുടെ കേൾക്കാനുള്ള ബാധ്യസ്ഥത നിങ്ങൾക്കുണ്ട്. അപ്പൊ അത് കേൾക്കൂ. അതിരൂക്ഷമായിട്ടുള്ള ഒരു കടക്കണിയിൽ മുന്നോട്ട് പോകുന്ന ഈ സർക്കാർ കേരള ജനജീവിതം അതിഭീകരമായി സ്തംഭിപ്പിച്ചു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മളെല്ലാവരും പറഞ്ഞതുപോലെ ഈ കേരളം കാണുന്ന എന്തെല്ലാം വിഷയങ്ങളാണ്. PR ഏജൻസിക്ക് എത്രത്തോളം രൂപ നമുക്കറിയാം. ഈ കഴിഞ്ഞ ഈ സർക്കാരിന്റെ പരിപാടിയുമായി ബന്ധപ്പെട്ട് എത്ര കോടി രൂപയാണ് നമ്മൾ പരസ്യവുമായി ബന്ധപ്പെട്ട് ചെലവഴിച്ചത്? എത്ര കോടി രൂപ പരസ്യത്തിന് വേണ്ടി നമ്മൾ ചെലവഴിച്ചു? ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ് വളരെ വ്യക്തമായി ചോദ്യം ഉന്നയിച്ച ഒരു ചോദ്യമാണത്. എത്ര രൂപ PR ഏജൻസിക്ക്
PR-ന് വേണ്ടി നിങ്ങൾ ചെലവഴിച്ചു? ഏതെങ്കിലും ഒരു മന്ത്രിമാർക്കോ മുഖ്യമന്ത്രിക്കോ വ്യക്തമായിട്ടുള്ള സാധിച്ചിട്ടുണ്ടോ? ഇല്ല. രണ്ടാമത്തെ കാര്യം, കടക്കണിയിൽ ക്ഷേമ പെൻഷൻ എത്ര നാളായിട്ട് മുടങ്ങിയിട്ടുണ്ട്? നമുക്ക് എത്ര നാളായി ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ടുണ്ട്? അതിനെതിരെ എന്തെങ്കിലും ഒരു ആക്ഷൻ നിങ്ങൾ എടുത്തിട്ടുണ്ടോ? 2 മാസമായി മുടങ്ങിയ ക്ഷേമ പെൻഷന് വേണ്ടി നിങ്ങൾ എന്ത് നിലപാടുകളാണ് സ്വീകരിച്ചത്? നിങ്ങൾ എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? ഇതിനുള്ള ഉത്തരമില്ല. മുഖ്യമന്ത്രിക്ക് ഉത്തരമില്ല, ഈ പറയുന്ന മന്ത്രിമാർക്ക് ഉത്തരമില്ല. ഇനിയും വലിയ സംഭവമായി നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ദേശീയപാത വികസനം നമ്മൾ വലിയ മഹാസംഭവമായി ഈ പരിപാടിയൊക്കെ നടക്കുമ്പോൾ നമ്മൾ വലിയ മഹാസംഭവമായി കൊണ്ടുവന്ന ദേശീയപാത വികസനം എന്തായിരുന്നു അതിന്റെ അവസ്ഥ? മലപ്പുറത്ത് ഈ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുൻപ് നടന്നത് എന്താണ് നമ്മൾ വളരെ വ്യക്തമായി കണ്ടത്? റീൽസ് എടുക്കുന്ന മന്ത്രി, ഈ മുഖ്യമന്ത്രിയും ഈ പറയുന്ന PWD മന്ത്രിയും റീൽസ് എടുത്തുകൊണ്ട് വളരെ വിദഗ്ധമായി കൊണ്ട് ഈ ജനാധിപത്യ വിശ്വാസികളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥ കേരളത്തിൽ നടമാടിക്കൊണ്ടിരിക്കുകയല്ലേ? നമുക്ക് വേണ്ടത് റീൽസ് റോഡുകളല്ല ശരത്, നമുക്ക് വേണ്ടത് റിയൽ റോഡുകളാണ്. മറ്റുള്ള സംസ്ഥാനത്തിനെ അപേക്ഷിച്ച് കമ്പയർ ചെയ്യുമ്പോൾ മറ്റുള്ള സംസ്ഥാനത്തിനെ അപേക്ഷിച്ചുകൊണ്ട് നമ്മളുടെ റോഡ് അതേ ക്വാളിറ്റിയിലും അതേ ക്വാണ്ടിറ്റിയിലും ഉള്ള റോഡുകളാണെന്ന് നാളുകളിൽ അന്തസ്സോടുകൂടി മറ്റുള്ളവർക്ക് മുന്നിൽ നിന്ന് പറയുവാനുള്ള ആർജവമുള്ള ഒരു തലമുറയാണ് നമുക്ക് വേണ്ടത്. അതിന് എല്ലാവിധമായിട്ടുള്ള കാര്യങ്ങളും ഒപ്പിച്ചു കൊടുക്കേണ്ട ഒരു സർക്കാർ റീൽസ് ഇട്ടുകൊണ്ട് ഈ പറയുന്ന ജനാധിപത്യ വിശ്വാസികളുടെ മുന്നിൽ പൊടിയിടുകയല്ലേ ശരിക്കും പറയാം. ഇനി പ്രോഗ്രസ് റിപ്പോർട്ടുകളെ കുറിച്ച്, ക്രമസമാധാനത്തിനെ കുറിച്ച് പറയാം, കിഫ്ബിയെ കുറിച്ച് പറയാം, എത്രയോ കാര്യങ്ങളോട് നമുക്ക് പറയാം. സ്പ്ലിറ്റ് ചെയ്യൂ, അടുത്ത ഘട്ടത്തിൽ അത് പറയാം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ അടുത്തയാളുടെ മറുപടി, ഇപ്പോൾ അരുൺ ഇതിനെല്ലാം മറുപടി പറയുമ്പോൾ അത്ര കണ്ട് നീണ്ടുപോകും. അതുകൊണ്ടാണ് ഞാൻ ഒറ്റ കാര്യം വിജയോട് പറഞ്ഞുള്ളൂ. പൊതുകടം, കേരളത്തിൻ്റെ കടം വർദ്ധിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിനെ കൗണ്ടർ ചെയ്യുമ്പോൾ ഉറപ്പായും കണക്കുകൾ അവതരിപ്പിച്ച് കൗണ്ടർ ചെയ്യണമായിരുന്നു. സർക്കാർ കണക്കുകൾ അവതരിപ്പിച്ചാണ് കേരളത്തിൽ കടം കൂടുകയല്ല, കടം കുറയുകയാണ്, കേരളത്തിൽ കടമല്ല വരുമാനം വർദ്ധിക്കുകയാണെന്ന് ഒരു സർക്കാർ സംസാരിക്കുന്നത് കണക്ക് വെച്ചാണെന്നേ. നിങ്ങൾ വാക്കുകൾ കൊണ്ട് അതിനെ കൗണ്ടർ ചെയ്യാൻ ശ്രമിക്കുന്നു. കണക്കുകൾ അവതരിപ്പിച്ച് ചെയ്യണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. എനിക്ക് വേറെ യാതൊരു കേസും അതിലില്ല. അതിനുള്ള അവസരവും നിങ്ങൾക്കുണ്ടായിരുന്നു. 1. 2, ഈ പരസ്യത്തിൻ്റെ കാര്യം പറയുമ്പോൾ പരസ്യത്തിന് ഉമ്മൻചാണ്ടി സർക്കാർ സാറിൻ്റെ അവസരമുണ്ട്, വിജയുടെ അവസരമുണ്ട്. പരസ്യത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഉമ്മൻചാണ്ടി സർക്കാർ ചെയ്ത കാര്യങ്ങൾ കൊടുക്കാൻ പരസ്യം കൊടുക്കാറില്ലേ? 2, ഇന്ന് പ്രതിപക്ഷ നേതാക്കൾ 2 ദിവസം മുമ്പ് പറഞ്ഞ എന്താണ്? പരസ്യം, അതിനെ ഞാൻ എതിർക്കുന്നില്ല, പരസ്യം വഴി നിങ്ങൾക്ക് പണം വാങ്ങാം. നിങ്ങൾ പറഞ്ഞല്ലോ PR അല്ല, മാധ്യമങ്ങൾ പണം വാങ്ങി വാർത്ത ചെയ്തു എന്ന ആരോപണമാണ്. മാധ്യമങ്ങൾ പണം വാങ്ങി വാർത്ത ചെയ്തു എന്ന ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത്. അതിന് തെളിവ് ഇതുവരെ അദ്ദേഹം പറഞ്ഞിട്ടില്ല. റൈറ്റ്. ഞാൻ അരുണിന്റെ അവസരത്തിലേക്ക് വരികയാണ്. അടുത്ത അവസരത്തിൽ താങ്കൾക്കാകാം. വിജയന് മറുപടി പറഞ്ഞോളൂ. അടുത്ത അവസരത്തിലായിക്കോളൂ. അരുണിന്റെ അവസരത്തിലേക്ക്. റൈറ്റ്. അരുൺ, ഞാൻ ഇതിലേതെങ്കിലും ഒന്ന് വരാം, വിജയുടെ അവസരത്തിലേക്ക് വരാം. ഞാൻ പ്രതിപക്ഷത്തിന്റെ പ്രോഗ്രസ് റിപ്പോർട്ടിനെ കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിന് ആത്മവിശ്വാസത്തോടെ ഒന്നും പറഞ്ഞില്ല. പകരം സർക്കാരിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ടിൽ അപാകതകളുണ്ട് എന്ന് വിശദീകരിക്കാൻ ചൂണ്ടിക്കാട്ടിയ ചില വിഷയങ്ങളുണ്ട്. അതിൽ എന്താണ് താങ്കളുടെ മറുപടിയും വിശദീകരണവും? ഞാൻ ഏറ്റവും ആദ്യം ഈ പരസ്യം കൊടുത്തു, പ്രചരണത്തിന് വേണ്ടി പണം ചെലവഴിച്ചു എന്നാണ് കോൺഗ്രസിന്റെ പ്രതിനിധി നടത്തിയ ആരോപണം. കുറച്ച് ദിവസമായി കോൺഗ്രസും ചില മാധ്യമങ്ങളും അത്തരത്തിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. ഞാൻ ശരത്തിന്റെ വാട്സപ്പിലേക്ക് ഒരു നിയമസഭാ ചോദ്യത്തിന്റെ ഉത്തരം അങ്ങ് അയച്ചിട്ടുണ്ട്. ഈ UDFന്റെ കാലത്ത് പരസ്യത്തിന് ഗവൺമെന്റിന്റെ പ്രചരണത്തിന് വേണ്ടി എത്ര രൂപയാ ചെലവഴിച്ചെന്നുള്ളത്. അപ്പൊ അന്ന് 151 കോടി രൂപ ചെലവഴിച്ചതായിട്ടാണ് നിയമസഭാ ചോദ്യോത്തരം. ഇവിടെ 15 കോടി ചെലവഴിച്ചു എന്നും പറഞ്ഞുകൊണ്ടാണ് ഇവർ ഈ ഒച്ചപ്പാടും ബഹളാക്കി ഉണ്ടാക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. ഇവിടെ 324 പേജുള്ള പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കിക്കൊണ്ട് LDF ഗവൺമെന്റിന്റെ 2ാം പിണറായി സർക്കാരിന്റെ 4ാം പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കി. ഈ ഏതൊക്കെ മേഖലകളിൽ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കി, ഏതൊക്കെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു, ഏതൊക്കെ ഇനി പൂർത്തീകരിക്കാനുണ്ട്, കൃത്യമായി എല്ലാവർക്കും വ്യക്തമാകുന്ന രീതിയിൽ കണക്കുകൾ വെച്ച്, ഡേറ്റ വെച്ച് തന്നെ അതിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി പശ്ചാത്തല വികസന രംഗത്ത് വന്ന മാറ്റമാണ്. നമ്മുടെ കേരളത്തിലേക്ക് വൻകിട വ്യവസായ സംരംഭങ്ങൾ വരാതിരിക്കാനുള്ള കാരണം ഇത്തരത്തിൽ പശ്ചാത്തല വികസന രംഗത്ത് വേണ്ടത്ര റോഡ്, ജലവൈദ്യുത പദ്ധതികൾ, ഇലക്ട്രിസിറ്റി, മറ്റടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ല എന്നതാണ് ഒരു പ്രധാന കാരണമായിട്ട് വിലയിരുത്തിയിരിക്കുന്നത്. എന്നാൽ അടുത്ത കാലത്ത് പശ്ചാത്തല വികസന രംഗത്ത് വിപ്ലവകരമായിട്ടുള്ള മാറ്റം വന്നതിന്റെ ഭാഗമായി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നമ്മൾ 28ാം സ്ഥാനത്തുനിന്ന് 15 1 സ്ഥാനത്തായി തിളങ്ങുന്ന നക്ഷത്രമായിട്ട് ഈ കേരളം നിൽക്കുന്ന ഒരു കാഴ്ച നാം കാണുകയാണ്. അതിന്റെ ഭാഗമായി വലിയ മാറ്റം വരുന്നു. ഇപ്പൊ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടത്തുമ്പോഴും 1,96,000 കോടി രൂപയുടെ നിക്ഷേപങ്ങൾ 400 കമ്പനികൾ ഈ കേരളത്തിൽ നിക്ഷേപം നടത്താൻ തയ്യാറായി പ്രഖ്യാപിക്കുന്നു.
ഈ 2-3 മാസം കൊണ്ട് തന്നെ 10-17,000 കോടി രൂപയുടെ നിക്ഷേപങ്ങൾ ഇവിടെ ആരംഭിച്ചിരിക്കുന്നു. അതിന്റെ ഭാഗമായി വലിയ തൊഴിൽ സാധ്യത ഇവിടെ വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, ക്ഷേമ പദ്ധതികൾ കൃത്യമായി പറഞ്ഞ വാക്കു പാലിച്ച് ജനങ്ങൾക്ക് ക്ഷേമ പദ്ധതികൾ എത്തിച്ചു കൊടുക്കുന്നു. 62 ലക്ഷം പേർക്ക് 1,600 രൂപ വീതം 992 കോടി രൂപ ഒരു മാസം ക്ഷേമ പദ്ധതിക്ക് വേണ്ടി മാറ്റിവെക്കുന്നു. ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി പറയുന്നത് 2 മാസം കുടിശ്ശിക വന്നല്ലോ, ഞങ്ങൾ അംഗീകരിക്കുന്നു, കുടിശ്ശിക വന്നു. അതിന്റെ കാരണം കൃത്യമായി ജനങ്ങൾക്കറിയാം. അടുത്ത മാസത്തോടു കൂടി കുടിശ്ശിക ഇല്ലാത്ത തരത്തിൽ പെൻഷൻ മാറും. താങ്കൾക്കറിയോ, സൗജന്യ ചികിത്സ ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന ഇന്ത്യയിലെ സംസ്ഥാനമായിട്ട് കേരളം മാറി. എത്ര പേർക്കാണെന്ന് അറിയോ? 6 പേരെ എടുത്താൽ ഒരാൾക്ക് പെൻഷൻ കിട്ടും. ഈ കേരളത്തിൽ 3.5 കോടി ജനസംഖ്യ, 62 ലക്ഷം പേർക്ക് പെൻഷൻ. 12 പേരെ എടുത്താൽ അതിലൊരാൾക്ക് സൗജന്യ ചികിത്സയാ. അതായത് 30 ലക്ഷം പേർക്ക് 7,000 കോടി രൂപ മുടക്കിയാണ് ഈ ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ ഉറപ്പുവരുത്തിയിരിക്കുന്നത്. അങ്ങനെ ഓരോ രംഗത്തും എടുത്ത് പരിശോധിക്കുക. 40 ലക്ഷം രൂപ വരെ ചെലവ് വരുന്ന അവയവമാറ്റ ശസ്ത്രക്രിയ വരെ നമ്മുടെ മെഡിക്കൽ കോളേജിൽ സൗജന്യമായിട്ട് ചെയ്തു കൊടുക്കുക. ക്യാൻസർ സെന്റർ, കൊച്ചി ക്യാൻസർ സെന്റർ അടക്കം ക്യാൻസർ രജിസ്റ്റർ ഉണ്ടാക്കി കേരളത്തിൽ ക്യാൻസർ ബാധിതരാരൊക്കെ അവർക്കെല്ലാം ചികിത്സ ഉറപ്പാൻ വേണ്ടി മാതൃകാപരമായ നടപടി സ്വീകരിക്കുന്നു. നമുക്കെതിരെ ആക്ഷേപം ഉണ്ടായിരുന്നത് സ്കൂൾ രംഗത്തുണ്ടായ നേട്ടം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇല്ല എന്നതായിരുന്നു. പണ്ട് അമ്പാടി എന്ന് പറയുന്ന കുട്ടി 20 രൂപ ഫീസ് പുതുതായി ഏർപ്പെടുത്തിയപ്പോൾ അത് കൊടുക്കാൻ കഴിയാതെ ആത്മഹത്യ ചെയ്ത കേരളം, വേളാങ്കണ്ണി എന്ന് പറയുന്ന ഒരു പിഞ്ചു പൈതൽ ആകെയുള്ള യൂണിഫോം കൊണ്ട് തന്റെ നഗ്നത മറിക്കാൻ കഴിയില്ലെന്ന് വന്നപ്പോൾ ആത്മഹത്യ ചെയ്ത കേരളം, മലാപ്പറമ്പിൽ ഇരുട്ടിന്റെ മറവിൽ സ്കൂളുകൾ JCB ഉപയോഗിച്ചുകൊണ്ട് തകർത്തപ്പോൾ ആ UDFന്റെ കാലം നമുക്ക് ഓർമ്മയുണ്ട്. 4,632 സ്കൂളുകൾ ലാഭകരമല്ല എന്ന് പറഞ്ഞ് അടച്ചുപൂട്ടിയ കാലം. ആ കാലമല്ല, 45,000 സ്കൂളുകൾ ഹൈടെക് ആക്കി മാറ്റി. നമ്മുടെ കുട്ടികൾക്ക് യൂണിഫോം സൗജന്യം, ഉച്ചയ്ക്ക് വിഭവസമർത്ഥമായ സദ്യ, അതുപോലെ തന്നെ പാഠപുസ്തകം ഫ്രീ, യൂണിഫോം തയ്ക്കാനുള്ള തുക കൂടി ഒരു കവറിലിട്ട് കൊടുക്കുന്ന സംസ്ഥാനമായിട്ട് ഈ കേരളം മാറി. ഉന്നത വിദ്യാഭ്യാസ രംഗം ഏറ്റവും മികച്ച സർവകലാശാലകളുടെ ലിസ്റ്റ് വന്നപ്പോൾ ആ സർവകലാശാലകളിൽ ഏറ്റവും മികച്ച 4 സർവകലാശാലകൾ ഈ കൊച്ചു കേരളത്തിൽ നിന്ന്. 100 കോളേജുകളുടെ ലിസ്റ്റ് വന്നു, ഏറ്റവും മികച്ച 20 കോളേജുകൾ ഈ കൊച്ചു കേരളത്തിൽ നിന്ന്. ഏറ്റവും മികച്ച ഗവൺമെന്റ് കോളേജുകളുടെ ലിസ്റ്റ് വന്നു. ഈ രാജ്യത്തെ ഏറ്റവും മികച്ച 2ാമത്തെ ഗവൺമെന്റ് കോളേജായി എറണാകുളത്തെ മഹാരാജാസ് കോളേജ് മാറി. എല്ലാം പോട്ടെ, ഈ രാജ്യത്ത് നടക്കുന്ന നിയമനം, സർക്കാർ നിയമനങ്ങളിൽ 42% ഈ കൊച്ചു കേരളത്തിൽ നിന്നാണ്. കൃത്യമായി പറഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ 5 വർഷം, കഴിഞ്ഞ 2016 മുതൽ ഇങ്ങ് എടുത്തു നോക്കിയാൽ 9 വർഷം കൊണ്ട് 2,80,14 പേർക്ക് സർക്കാർ നിയമനം കൊടുത്തിരിക്കുന്നു. അതായത് 42%. ലൈഫ് പദ്ധതിയുടെ ഭാഗമായി വീട് കിട്ടിയിരിക്കുന്നത് 5,47,533 പേർക്കാണ്. ഭൂമിയുടെ ഉടമയായി പട്ടയം നൽകിയിരിക്കുന്നത് 4,956,000 പേർക്കാണ്. നോക്കൂ, ഇതിനകത്ത് പട്ടയത്തിന്റെ കാര്യത്തിലോ ലൈഫിന്റെ കാര്യത്തിലോ ഒന്നും തർക്കത്തിന് വരാൻ സാധാരണ ഇന്നേ വരെ അതിന്റെ കണ്ടന്റിലേക്ക് പോയി ഒരു UDF കോൺഗ്രസ് പ്രതിനിധിയും വന്നിട്ടില്ല. എന്തെങ്കിലും 1-2 വാക്യത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കും എന്നുള്ളതല്ല, അതിനകത്തേക്ക് ഒരു കണ്ടന്റ് വൈസ് ഒന്നും ഉണ്ടാകാറില്ല. എന്തെങ്കിലും ആവട്ടെ, അതൊക്കെ അവരെ സംബന്ധിച്ചത് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഞാൻ പറയുന്നത്, ഈ നേരത്തെ വിജയ് സംസാരിച്ചപ്പോൾ പറഞ്ഞു വെച്ച ഒരു കാര്യത്തെക്കുറിച്ച് കൂടി ഈ റൗണ്ടിൽ താങ്കളൊന്ന് സംസാരിക്കണം. ഈ 4ാം വാർഷികത്തിൽ അവരെ ഏറ്റവും അധികം ആഹ്ലാദിപ്പിച്ചത് ദേശീയപാത വികസനം. അത് കമ്മീഷൻ ചെയ്തിട്ടില്ല, ഓപ്പൺ ചെയ്തിട്ടില്ല, ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല, പ്രവർത്തിച്ചു തുടങ്ങിയിട്ടില്ല. നിർമ്മാണ ഘട്ടത്തിൽ ചില ഭാഗങ്ങളിലുണ്ടായ പ്രശ്നത്തെ ചൂണ്ടിക്കാട്ടി അതാണിപ്പോൾ ഗൗരവമായ പ്രശ്നമായി ഈ സർക്കാരിൻ്റെ എല്ലാത്തരം പ്രവർത്തനങ്ങളെയും വിമർശിക്കാനുള്ളൊരു ആയുധമാക്കി. ഇവിടെ വിജയ് അതേക്കുറിച്ച് സംസാരിച്ചല്ലോ. എങ്ങനെയുള്ള റോഡുകളാകണം കേരളത്തിന് കൊടുക്കേണ്ടത്, അത് കൊടുക്കാൻ നിങ്ങൾ പഠിക്കൂ, അങ്ങനെയൊന്നുമല്ല ഇവിടെ നടന്നു വരുന്നത് എന്നൊക്കെയാണ് വിജയ് പറഞ്ഞു വെച്ചത്. അതിനൊരു വിശദീകരണം അരുൺ പറയേണ്ടതായിട്ടുണ്ട് ആ ചോദ്യത്തിന്. അതായത് ഈ കേരളത്തിലെ ദേശീയപാത എന്ന് പറഞ്ഞാൽ 600 കിലോമീറ്ററോളമാണ്. ഈ 600 കിലോമീറ്ററുകളെയും പല റീച്ചുകളായിട്ട് തിരിച്ച് ഓരോ റീച്ചിന്റെയും DPR തയ്യാറാക്കാൻ പ്രത്യേക കൺസൾട്ടൻസിയെ ഏൽപ്പിച്ച് DPR തയ്യാറാക്കുന്നു. അതിനുശേഷം DPR അംഗീകരിക്കുന്നു. അതിനുശേഷം അലൈൻമെന്റുകൾ തീരുമാനിക്കുന്നു. ആ അലൈൻമെന്റ് നാഷണൽ ഹൈവേ അതോറിറ്റി തന്നെ അപ്രൂവ് ചെയ്യുന്നു. അതിനുശേഷം ടെൻഡർ വിളിക്കുന്നു. ടെൻഡർ വിളിച്ച് ഓരോ നിർമ്മാണ പ്രവർത്തനം, ഓരോ റീച്ചിന്റെ നിർമ്മാണ പ്രവർത്തനം ഓരോ കമ്പനികളെ ഏൽപ്പിക്കുന്നു. ആ പ്രവർത്തനങ്ങൾക്ക് മുഴുവൻ മേൽനോട്ടം വഹിക്കുന്നു. ഇതെല്ലാം ചെയ്യുന്നത് ദേശീയപാത അതോറിറ്റി തന്നെയാണ്. അതായത് പാതയുടെ DPR, കൺസൾട്ടന്റ്, അലൈൻമെന്റ്, ടെൻഡർ, കരാറുകാരെ കണ്ടെത്തൽ, നിർമ്മാണ മേൽനോട്ടം. സംസ്ഥാന ഗവൺമെന്റ് എന്താ ചെയ്യുന്നത്? ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ട് കളക്ടറെ വെച്ചുകൊണ്ടുള്ള ഏകോപനം, 25% പണം സംസ്ഥാനം കേന്ദ്രത്തിന് കൊടുക്കൽ, അതുപോലെ പൊതുമരാമത്ത് വകുപ്പിന്റെ സഹകരണം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അലൈൻമെന്റ് തീരുമാനിക്കുന്ന ഭൂമിയിലുള്ള വൈദ്യുതി,
വെള്ളം, വനം വകുപ്പിന്റെ അപ്രൂവൽ, ജിയോളജിസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം, നാട്ടുകാർ എന്തെങ്കിലും സമരമുണ്ടാക്കിയാൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഒത്തുതീർപ്പ്, പോലീസിന്റെ സേവനം, അത്തരത്തിൽ ഈ പദ്ധതി സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള സമീപനമാണ് സംസ്ഥാന ഗവൺമെന്റ് നടത്തുന്നത്. അത് കൃത്യമായി ഭംഗിയായി നടപ്പാക്കി മുന്നോട്ട് പോകുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതി ഇന്നലെ പരിഗണിച്ചു, ഇന്ന് പരിഗണിച്ചു. വിശദീകരണം ചോദിച്ചതെല്ലാം കേന്ദ്രത്തോടാണ്. കേന്ദ്രമാണ് ആ കൺസൾട്ടൻസി കമ്പനിക്കെതിരെ നടപടിയെടുത്തിരിക്കുന്നു, ഡീബാർ ചെയ്തിരിക്കുന്നു, ഉദ്യോഗസ്ഥന്മാരെ പുറത്താക്കിയിരിക്കുന്നു. ഇവിടെ കൃത്യമായി ഈ ഉത്തരവാദിത്വം നിർവഹിക്കുന്നത് കേന്ദ്രമാണെന്നും ദേശീയപാത അതോറിറ്റിയാണെന്നും പകൽ പോലെ വ്യക്തമാണ്. അപ്പോൾ ആരോപണം ഉന്നയിക്കാൻ പറ്റിയ ഒരു അവസരം എന്ന രൂപത്തിൽ ഇടതുപക്ഷത്തിനെതിരെയും PWD വകുപ്പിനെതിരെയും മന്ത്രിക്കെതിരെയും ആരോപണങ്ങൾ ഇങ്ങനെ ഉന്നയിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ കേരളത്തിൽ നോക്കുക, നൂറുകണക്കിന് റോഡുകൾ, മേൽപ്പാലങ്ങൾ. പഴയ കേരളമാണോ ഇപ്പൊ കാണുന്ന കേരളം? അങ്ങനെ PWD വകുപ്പിന്റെ ഏറ്റവും വിപ്ലവകരമായിട്ടുള്ള ഇടപെടൽ എല്ലാ രംഗത്തും വന്നിരിക്കുന്നു. അപ്പൊ ഈ കിട്ടിയ അവസരം ഉപയോഗിച്ചിട്ട് ആക്രമിക്കാൻ നോക്കുമ്പോഴും സത്യം കൃത്യമായി ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. കുറവുകൾ എവിടെയുണ്ടോ അത് ദേശീയപാത അതോറിറ്റി പരിഹരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിതിൻ ഗഡ്കരി തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രസ്താവന ഇറങ്ങിയിട്ടുണ്ട്. ഈ കുറവുകൾ പരിഹരിച്ച് കൃത്യമായി സമയബന്ധിതമായി പണി പൂർത്തീകരിക്കും എന്ന് തന്നെ ദേശീയപാത അതോറിറ്റി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പൊ കൊങ്കൺ റെയിൽവേ ആ പണി നടക്കുമ്പോൾ 52 തവണയാണ് അവിടെ അപകടമുണ്ടായത്. അതുപോലെ തന്നെ നമുക്കറിയാം, കർണാടകത്തിൽ ദേശീയപാത പണി നടക്കുമ്പോൾ സൈഡ് ഇടിഞ്ഞ് വലിയ ട്രക്കുകളടക്കം പുഴയിൽ വീഴുന്ന സാഹചര്യമുണ്ടായി. ഇവിടെ നെടുമ്പാശ്ശേരി എയർപോർട്ട് ആ പണി പൂർത്തീകരിക്കുമ്പോഴും ഓരോ മഴയത്തും വെള്ളം കയറി റൺവേ തകരുന്ന സാഹചര്യമുണ്ടായി. നിർമ്മാണത്തിലെ ചെറിയ പോരായ്മയാണെന്ന് കണ്ടെത്തി അവ പരിഹരിക്കുന്ന സാഹചര്യമുണ്ടായി. ഈ ഘട്ടങ്ങളിലെല്ലാം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ കുറവുകളുണ്ടോ, പാകപ്പിഴയുണ്ടോ, അത് പരിഹരിക്കാൻ പറ്റിയ എഞ്ചിനീയറിംഗ് സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ട്. ഇപ്പോൾ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർക്കെല്ലാം വസ്തുത കൃത്യമായിട്ട് അറിയാം. പക്ഷെ ഇപ്പോഴെങ്കിലും അവർ സമ്മതിച്ചു. ഇതുവരെ കുഞ്ഞാലിക്കുട്ടി അടക്കം നിയമസഭയിൽ പറഞ്ഞത് ഒരു ബന്ധവുമില്ല LDF-ന് എന്നതാണ്, ഗവൺമെന്റിന് എന്നാണ്. ഇപ്പൊ പറയുന്നു എല്ലാ ബന്ധവും LDF-നാണ് എന്ന രൂപത്തിൽ പറയുന്നു. ഇതെല്ലാം ജനം തിരിച്ചറിയുന്നുണ്ട്. ശരി, ഇവിടെ നമ്മളൊക്കെ ഇതിനിടയിലൂടെ ജീവിച്ചു പോകുന്ന മനുഷ്യർ കൂടിയാണല്ലോ. അതായത് വിഴിഞ്ഞം നമ്മൾ എത്രയോ പ്രകൃതി ദുരന്തങ്ങൾക്കും അതുപോലെ തന്നെ കോവിഡിനും ഇടയിലൊക്കെയാണ് ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകിപ്പോകാമായിരുന്നു. ആ വൈകാതെ ആ കമ്പനി അദാനി പോർട്ടിനെ കൊണ്ട് ആ വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം സമയബന്ധിതമായി തീർക്കാൻ വേണ്ട സപ്പോർട്ട് ആ കാലത്ത് സർക്കാർ കൊടുത്തുകൊണ്ടേയിരുന്നു. ഇപ്പോൾ പുലിമുട്ട് നിർമ്മാണത്തിന് കരിങ്കല്ല് കിട്ടാനില്ലാത്ത വലിയ ക്ഷാമം നേരിട്ട ഘട്ടം, ഇതെല്ലാം നമ്മുടെ കേരളത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ വല്ലാതെ നീണ്ടുപോകാം, വർഷങ്ങൾ നീണ്ടുപോകാം. പക്ഷേ അങ്ങനെ പോകാതെ അവർക്ക് ആ പ്രവർത്തനം ചെയ്യാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി കൊടുത്തതുകൊണ്ടാണ് 9ാം വർഷത്തിൽ ആ എഗ്രിമെൻറ്റിനെ തുടർന്ന് 2 ഘട്ടം പൂർത്തിയാക്കി കമ്മീഷൻ ചെയ്യാൻ കഴിഞ്ഞത്. ഇത് വിഴിഞ്ഞം. ഇപ്പോൾ അരുൺ പറഞ്ഞതുപോലെ ദേശീയപാതയുടെ കാര്യത്തിലും അതുതന്നെയാണ്. ദേശീയപാത അതോറിറ്റിയാണ് കരാറുകാരെ നിർണയിച്ച് പണി നടത്തുമ്പോഴും അനുബന്ധമായി വേണ്ട സപ്പോർട്ട് സിസ്റ്റം കൊടുക്കുക, അതിന് മേൽനോട്ടം നടത്തുക. ആ നിലയിൽ അത് തടസ്സപ്പെട്ടു പോകാതെ ആ നിലയിൽ അത് ആ സഹായം ചെയ്തതുകൊണ്ടാണ് ഇത്ര വലിയ ദേശീയപാത വികസനം ഇപ്പോൾ അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലെത്തിയത്. അവിടെയാണ് ഈ പ്രശ്നങ്ങൾ കണ്ടത്. അത് പരിഹരിക്കാൻ NHAIക്ക് ബാധ്യതയുണ്ട്, കേന്ദ്ര സർക്കാരിന് ബാധ്യതയുണ്ട്. അവർ ആ വിധത്തിൽ ഒരു ഭാഗത്ത് നീങ്ങുകയും ചെയ്തു. ഇത് ഇത്തരം വിഷയങ്ങളായതുകൊണ്ട് സാന്ദർഭികമായി പറഞ്ഞുവെന്നും മാത്രം. യോജിക്കാം വിയോജിക്കാം, അത് കാണുന്നവരുടെയും ചർച്ചയിൽ പങ്കെടുക്കുന്നവരുടെയും ജനാധിപത്യപരമായ അവകാശമാണ്. ഇവിടെ സ്വാമി, ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കാൻ വന്നു. ഇദ്ദേഹം നേരത്തെ ഇത് പറയുമ്പോൾ ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൻ്റെ കാര്യത്തിൽ ടോപ്പ് അച്ചീവറായി കേരളം നിൽക്കുമ്പോൾ ഇന്നത്തെ മുഖ്യമന്ത്രി പങ്കെടുത്ത ആ യോഗത്തിൽ ക്രെഡായി, കേരളത്തിലെ ബിൽഡേഴ്സിൻ്റെ കൺസോർഷ്യമാണ്, ക്രെഡായിയുടെ പ്രതിനിധി അവിടെ സംസാരിച്ചപ്പോൾ ആദ്യം അതിന് സംസ്ഥാന സർക്കാരിനെ അഭിനന്ദിക്കുകയാണ് ചെയ്തത്. അങ്ങനെ അഭിനന്ദിച്ചുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്തു നിന്നുള്ള അഭിപ്രായങ്ങൾ പറയുന്നതുമൊക്കെ താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം. താങ്കൾ ഈ ചർച്ച ഇന്നിപ്പോൾ അവിടെ സംസാരിച്ചപ്പോൾ മുഖ്യമന്ത്രി അടക്കം പറഞ്ഞൊരു കാര്യം, ഈ കേരളത്തിൽ കടം പെരുകുകയല്ല, കേരളത്തിൽ കടം കുറയുകയാണ്, കേരളത്തിൽ വരുമാനം കൂടുകയാണ്. കേരളത്തിൻ്റെ തനത് വരുമാനം എന്നുള്ളത് 97,000 കോടിയിൽ എത്തി നിൽക്കുന്നു. അടുത്ത വർഷമാകുമ്പോൾ അത് 1,00,000 കോടിയിൽ എത്തുകയാണ്. നമ്മൾക്ക് കേന്ദ്രവിഹിതം കുറയുമ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ തനത് വരുമാനം ഏതാണ്ട് 23% നിന്ന് 80% കുതിച്ച രാജ്യത്തെ ഒരു അനുഭവമുള്ള സംസ്ഥാനമാണ് കേരളം. ഇത് കണക്കുകൾ വെച്ചാണ് ഈ സംസാരം. ഞാൻ അതുകൊണ്ടാണ് അദ്ദേഹത്തോട് നിങ്ങൾ കടം പെരുകുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ കണക്ക് വെച്ച് സംസാരിക്കൂ എന്ന് ഞാൻ അദ്ദേഹത്തോട് പറയാനോ ശഠിച്ചതോ ഒക്കെ അതുകൊണ്ടാണ്. അതിലെന്തെങ്കിലും തെറ്റുണ്ടോ സ്വാമി? അല്ല, ഒരിക്കലും അതിലൊരു തെറ്റില്ല. പക്ഷേ ഇവിടെ ഇന്ന് മുഖ്യമന്ത്രിയുടെ ആദ്യത്തെ ഒരു പ്രസംഗം വളരെ രത്നം ചുരുക്കാക്കിയിട്ട് പറഞ്ഞിട്ട് മുഖ്യമന്ത്രി പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ നിങ്ങളെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ സമയം നീക്കി വയ്ക്കാൻ പോകുന്നത്, അതുകൊണ്ട് ഞാനിതിനെ വിസ്തരിക്കാനല്ല എന്ന് പറഞ്ഞ് വളരെ ക്രിസ്പായിട്ട് കണക്കുകൾ കൃത്യമായി പറയുന്നുണ്ട്. അതേസമയം മുഖ്യമന്ത്രി ഈ കാര്യം പറയുന്നുണ്ട്, ഇതിനെതിരായിട്ട് നടക്കുന്ന വ്യാജ പ്രചരണങ്ങളെക്കുറിച്ചും അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ മുന്നിലേക്ക് തന്നെ തന്നിട്ടുള്ള പ്രോഗ്രസ് റിപ്പോർട്ടിൻ്റെ വേറൊരു ഇതുണ്ട്. പ്രോഗ്രസ് റിപ്പോർട്ട് എന്ന് വേണമെങ്കിൽ പറയാം എന്തൊക്കെയാണ് നടത്തിയിട്ടുള്ളത് എന്ന്. പിന്നെ ശരത്ത് അവിടെ വന്നിട്ട് ഇത് അനുഭവിക്കും. ഇപ്പം നമുക്ക് ഒരു കേരളം മാറിയിട്ടുള്ള
ഈ ദാരിദ്ര്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം. കാരണം ഇപ്പോൾ നമ്മളൊരു ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ഈ നമ്മൾ പറഞ്ഞുവല്ലോ, ഒരു കുറച്ച് പേരായിട്ട് ഈ തിരുവനന്തപുരം ഈ ഭാഗത്തുള്ളവരെ മലബാർ ഈ പറഞ്ഞ കണ്ണൂരൊക്കെ കാണിക്കുക, അവിടുത്തെ ക്ഷേത്രങ്ങളും സംസ്കാരവും ഒക്കെ കൂടുതൽ അടുത്തറിയാൻ കുറേ പേര് അങ്ങനെ വന്നിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ മുത്തപ്പൻ ക്ഷേത്രത്തിൽ പോയ സമയത്ത് അവിടെ ഈ പ്രസാദം കൊടുക്കുമല്ലോ, അപ്പോൾ അവിടെ ഈ പയർ വേവിച്ചിട്ടുള്ള ഇതൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് പണ്ട് കുട്ടിക്കാലത്ത് നമ്മളവിടെ പോയിട്ടുള്ളതാണ്. അത് ഒരു മണി പോലും കളയാതെ വിശപ്പുള്ളൊരു ജനത ഉണ്ടായിരുന്നു, അത് കഴിക്കാൻ വേണ്ടി വന്നവരുണ്ടായിരുന്നു. ഇന്നിപ്പോൾ എന്താണെന്നറിയോ, അവർ 2 മണി എടുത്ത് കഴിച്ചിട്ട് കളയുകയാണ്. അപ്പോൾ നമ്മൾ ആ സംഘാടകനോട് പറഞ്ഞു, നോക്കൂ നിങ്ങൾ ഇത് പ്രത്യേകം അത് പറയണം, അങ്ങനെ ചെയ്യരുത്. അത് ചായയൊക്കെ വെറുതെ മേടിച്ചിട്ട് മുഴുവൻ കുടിക്കാതെ കൊണ്ടുപോയി കളയുക. അപ്പോൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറ് ഫുള്ളാണ് ഇപ്പോൾ. അങ്ങനെ ഒരു വിശന്ന് വലഞ്ഞിരിക്കുന്ന ഇപ്പം നമ്മൾ അടുത്ത മാസം 1-ാം തീയതി അത് കേരളം അതിനെ ഇതാക്കുന്ന സമയത്ത് അതൊരു നിജസ്ഥിതിയാണ്. അതെ, അതിദാരിദ്ര്യം ഇല്ലാത്ത സംസ്ഥാനമായി കേരളം മാറാൻ പണ്ട് നമുക്ക് അനുഭവമാണല്ലോ. ഇതിപ്പോൾ നമ്മൾ പറയുന്നത് എങ്ങനെയാണ്, നമ്മൾ നിരീക്ഷിക്കുന്ന ഒരാളാണ് സമൂഹത്തെ. ആ മാറ്റങ്ങളാണെങ്കിലും ഞങ്ങൾ നമ്മൾ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോകുന്ന ഒരാളാണ് ഈ കേരളം മുഴുവൻ. മുമ്പും പോയിട്ടുണ്ട്, ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നു. മറ്റു സംസ്ഥാനങ്ങളിൽ നമുക്ക് ജീവിക്കാൻ പറ്റുന്ന അവിടുത്തെ സംഘർഷങ്ങൾ, ഭയപ്പാടുകൾ, ഇതൊക്കെ തന്നെ ഇത് നമ്മൾ വെറുതെ പറയുന്നതല്ല. ഇപ്പോൾ റോഡിൻ്റെ കാര്യമാണെങ്കിലും എല്ലാം തന്നെ തികച്ചും ഒരുപാട് നമ്മൾ മാറി എന്നുള്ളതും ആ മാറ്റം നമ്മൾ അനുഭവിക്കുന്നു. അത് പറയുമ്പോൾ ഒരു കാര്യം കൂടി, അതായത് അവിടെ വീണ്ടും നമ്മൾ മല്ലികാ സുകുമാരനെ കുറിച്ച് ഓർക്കേണ്ടതായിട്ട് വരും. ഇത് അവിടെ അവർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിലൊക്കെ എവിടെ സഞ്ചരിച്ചാലും അല്ലെങ്കിൽ കേരളത്തിന് പുറത്തോട്ടൊക്കെ പോയാൽ കേരളത്തിനകത്ത് നടത്തുന്ന സർക്കാരിനെതിരായ വിദ്വേഷ പ്രചാരണത്തിൻ്റെ ഒരു തരി പോലും അനുഭവപ്പെടാറില്ല. കേരളത്തിൽ പക്ഷേ എല്ലായിടത്തും ഈ മാറ്റം അനുഭവപ്പെടുന്നുണ്ട് ആളുകളുമായി സംസാരിക്കുമ്പോൾ. പക്ഷേ എതിർ പാർട്ടിക്കാരുടെ, താങ്കൾ സ്വാമി ഓർക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കും, എതിർ പാർട്ടിക്കാരുടെ, അത് ഞാൻ ശ്രദ്ധിച്ചൊരു വാചകമുണ്ട്, എതിർ പാർട്ടിക്കാർക്കും അവരെ സപ്പോർട്ട് ചെയ്യുന്ന ചാനലുകൾക്കും മാത്രമാണ് ഇങ്ങനൊരു കാഴ്ചപ്പാടുള്ളത് എന്ന് പറയുന്ന തരത്തിലേക്ക് അവരവരുടെ ഒരു അനുഭവം അവിടെ പറയുന്നത് എല്ലാവരും ശ്രദ്ധയോടെ കേട്ടിരിക്കുന്നത് കാണാമായി. അതെ, അവർ പണ്ട് ഒരു ലംബോഗിനി കൊണ്ടുപോകാൻ റോഡില്ല എന്നൊക്കെ പറഞ്ഞ് അന്ന് കുറേ പേര് ട്രോളും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അവർ പറഞ്ഞത് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമല്ല, അവർ ശ്രദ്ധയിൽപ്പെടുത്തി. വേറൊന്നു കൂടി പറഞ്ഞു. ഇപ്പോൾ ഞാൻ ഈ കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുമ്പോൾ ഏതോ ഒരു ചാനലിലെ വനിതാ അവതാരക ചോദിച്ചു, ചേച്ചിയോ, ചേച്ചിയുടെ അച്ഛനും അപ്പൂപ്പനും ഒക്കെ, അതൊക്കെ അപ്പൂപ്പനും അച്ഛനും ഒക്കെ അവിടെ നിൽക്കട്ടെ എന്ന് വെച്ചാൽ അവർക്കൊക്കെ ഒരു കോൺഗ്രസ് പാരമ്പര്യം ഉണ്ടല്ലോ എന്നത് ഓർമ്മിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴാണ് പറഞ്ഞത്, ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നും കേരളത്തിൽ കാണുന്ന ജീവിതത്തിൻ്റെ മാറ്റത്തെയും അനുഭവിച്ചുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് എന്ന് പറയുന്ന ഒരു ഇന്നത്തെ ആ യോഗത്തെ തന്നെ ആകെ മാറ്റിമറിക്കുന്ന വിധത്തിലേക്കുള്ള ഒരു അനുഭവ വിശദീകരണം പോലെ തോന്നി. ചരിത്രം നമ്മൾ ഒരു MLA-യുടെ പേര് നമ്മൾ പറയുന്നില്ല, അത് ശരിയല്ല. കോൺഗ്രസ് MLA ആണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഇന്നേ വരെ ഒരു കാര്യം തൻ്റെ മണ്ഡലത്തിൽ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് നെഗറ്റീവായിട്ടുള്ളൊരിതില്ല, അത് ചെയ്യുക എന്നുള്ള. അപ്പോൾ അദ്ദേഹം ഈ ഗവേണിങ്ങിൽ ഈ കാര്യത്തിൽ പ്രാപ്തനാണ് എന്നുള്ളത് അവർ പേഴ്സണലായിട്ട് പറയുന്നു. അപ്പോൾ നമുക്കറിയാലോ, ഒരു ഏതെങ്കിലും ഒരു നിയോജക മണ്ഡലത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യത്തിൽ മുഖം തിരിക്കുന്ന ഒരു ഇടപാടില്ലാത്തൊരു ഭരണാധികാരി എങ്ങനെയായിരിക്കണം എന്നുള്ളതിനൊരു നമ്മൾ കാണുന്ന ഏറ്റവും നല്ല മാതൃക തന്നെ, അതിൽ തർക്കമില്ല. നമ്മൾ അതിലൊരു സത്യമുണ്ട്. കാരണം വെച്ചാൽ വികസനത്തിൽ മണ്ഡലം തിരിച്ച് ഒരു സർക്കാർ കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു MLA പരാതി പറയുന്നത്? അത് തന്നെയാണ് ഞാൻ പറയാൻ വന്നത്. വിവേചനം കാട്ടി എന്ന് പറയാവുന്ന പ്രതിപക്ഷത്തിൻ്റെ ഏറ്റവും വലിയൊരു വെപ്പണാണ് സത്യത്തിൽ ഏത് ഭരണകാലത്തും വികസനത്തിൽ വിവേചനം. മുൻപ് UDF ഭരിക്കുമ്പോൾ ചില മേഖലകൾ കേന്ദ്രീകരിച്ച് സുനാമി ഫണ്ട് പോലും അങ്ങനെ കടലില്ലാത്ത ജില്ലകളിലേക്ക് പോകുന്നു എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരുപാട് യാഥാർത്ഥ്യങ്ങളും അനുഭവങ്ങളും ഒക്കെ നമ്മുടെ മുമ്പിലുള്ളപ്പോൾ 140 മണ്ഡലങ്ങളിലേക്കും വികസനം എത്തുന്ന വിധത്തിലേക്ക് കിഫ്ബിയെ ആക്ഷേപിച്ചവർ പോലും കിഫ്ബിയുടെ ഫണ്ടോടുകൂടി മികവുറ്റ കോടാനുകോടി പണം മുടക്കി എൻ്റെ മണ്ഡലത്തിൽ, ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലത്തിൽ സ്കൂൾ വരുന്നു, ആശുപത്രി വരുന്നു എന്ന് പ്രതിപക്ഷ MLA-മാർ പറയുന്ന വീഡിയോ പോലും ഇപ്പോഴൊക്കെ സുഖത്തോടെ പലരും കേൾക്കാറുണ്ട്. ചിലർക്ക് അത് അസുഖകരമായി തോന്നാം, എന്തുമാവട്ടെ. വിജയ്, മുമ്പ് ഞാൻ നിങ്ങളുടെ പ്രോഗ്രസ് കാർഡിനെ കുറിച്ച് ചോദിച്ചിട്ട് വിജയ് ഒന്നും ശ്രദ്ധിച്ചതുപോലുമില്ല.
മറിയച്ചേടത്തി BJP-യിലേക്ക് പോയിന്ന് ഞാൻ പറഞ്ഞിരുന്നു. വിജയ് അത് കേട്ടോ അറിഞ്ഞോ, സങ്കടം ഉണ്ടോ? ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ കെ സുധാകരൻ യഥാർത്ഥത്തിൽ പരാജയപ്പെട്ട് പടിയിറങ്ങിയതല്ലേ? VM സുധീരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, എത്ര KPC പ്രസിഡന്റുമാരാണ് ഈ കാലയളവിൽ? മുഖ്യമന്ത്രിയായി പിണറായി തന്നെ തുടർന്നു. ഈ KPC പ്രസിഡന്റുമാരൊക്കെ പരാജയപ്പെട്ട് പടിയിറങ്ങിയ മനുഷ്യരാണ്. ഹസൻ, അതുപോലെ തന്നെ കെ സുധാകരൻ, ആകെ 5 പേരുണ്ട്. ഇപ്പോൾ സണ്ണി ജോസഫ് വന്നു. അത് നിങ്ങളുടെ പ്രോഗ്രസ് കാർഡിൽ ഉൾപ്പെടുത്തണ്ടേ? ഉൾപ്പെടുത്തിയാൽ നിങ്ങൾക്ക് A+ എങ്ങനെ കിട്ടും? മറുഭാഗത്ത് നിങ്ങൾ തരാതരം പോലെ പലപ്പോഴും ഉന്നയിച്ച അഴിമതി ആരോപണങ്ങളുണ്ട്. പ്രതിപക്ഷമാണ്, സ്വാഭാവികം അതൊക്കെ വരും. പക്ഷേ അത് ഏത് തെളിവോടെ സർക്കാരിനെ പ്രതിരോധത്തിലാക്കും വിധം ആധികാരികമായി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞു? കോടതിയിൽ നിന്ന് അനുകൂലമായി ഒരു വിധി നേടിയെടുത്ത് പ്രതിപക്ഷ വിജയം ആഘോഷിക്കാൻ കഴിഞ്ഞു, അവകാശപ്പെടാൻ കഴിഞ്ഞു? ഇല്ല എന്നുള്ളതും നിങ്ങളുടെ പ്രോഗ്രസ് കാർഡിൽ എഴുതി ചേർത്താൽ നിങ്ങൾക്ക് ഏത് ഗ്രേഡ് ലഭിക്കും? അല്ല, ശരത്ത് പറഞ്ഞ ആദ്യത്തെ കാര്യം, മറിയച്ചേട്ടത്തി ഇപ്പോൾ ഈ പറയുന്ന ഒരു പാർട്ടി വിട്ടു എന്ന് പറയുന്നത് അവർ ഞങ്ങളുടെ പാർട്ടിയിൽ നിൽക്കണമെന്ന് ഉദ്ദേശിച്ചല്ല അവർക്ക് സഹായങ്ങൾ ചെയ്തു. ഒരു പക്ഷേ ഈ പറയുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനൊക്കെ ഒരു അജണ്ടയായി, അവർ സഹായിക്കുന്ന ആളുകൾക്കൊക്കെ ഒരു അജണ്ടയായി അതൊക്കെ കാണാം. പക്ഷെ ഞങ്ങൾ മറിയച്ചേട്ടത്തിയെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഞങ്ങളുടെ പാർട്ടിയിൽ അന്ന് അവർക്ക് ആ വീട് അനിവാര്യമായിരുന്നു, അവർക്ക് ഒരു താമസ സ്ഥലം അനിവാര്യമായിരുന്നു. അനിവാര്യതയുടെ കൂടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം നിന്നു എന്നുള്ളതാണ് ഈ പ്രസ്ഥാനവും അതുപോലെ തന്നെ ഈ പറയുന്ന CPIM എന്നുള്ള പ്രസ്ഥാനവും തമ്മിലുള്ള വ്യത്യാസം. രണ്ടാമത്തെ കാര്യം, പ്രോഗ്രസ് റിപ്പോർട്ട് ഇത്രത്തോളം വ്യഗ്രത എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഈ പറയുന്ന സർക്കാരിന്റെ ആഘോഷം തുടങ്ങിയത് തന്നെ എന്തിലാണെന്ന് നമുക്കറിയാം. രണ്ട് മന്ത്രിമാർ തമ്മിലുള്ള ഏറ്റവും വലിയൊരു അടിയിലാണ് തുടങ്ങിയത്. ഏറ്റവും വലിയൊരു അടിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഏതെങ്കിലും ഒരു കുഞ്ഞിന്റെ പിതൃത്വം ഏറ്റെടുക്കുന്ന തരത്തിലേക്ക് അച്ഛൻ ആരാണെന്നുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുഞ്ഞിന്റെ പിതൃത്വം ഏറ്റെടുക്കുന്ന തരത്തിലേക്ക് ഇതിന്റെ ക്രെഡിറ്റ് ആരുടെയാണ് എന്നുള്ളൊരു തലത്തിലേക്ക് ഈ റോഡുകളുടെയും അതുപോലെ തന്നെ ഈ സംരംഭങ്ങളുടെയും ഒക്കെ ക്രെഡിറ്റ് ആരാണ് ഏറ്റെടുക്കേണ്ടതെന്നുള്ള ഏറ്റവും വലിയൊരു സംഘടനയിൽ നിന്നാണ് ഈ പറയുന്ന വിജയാഘോഷമൊക്കെ തുടങ്ങിയത്. മന്ത്രി മുഹമ്മദ് റിയാസും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും റീൽസ് ഇടുന്നു, MP രാജേഷും അതിനോടൊപ്പം റീൽസ് ഇടുന്നു. ഇതിന്റെയൊക്കെ ക്രെഡിറ്റ് ആർക്കാണ്? ഈ ദേശീയപാത അടക്കമുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന റോഡുകളുടെയൊക്കെ ക്രെഡിറ്റ് ആരാണ് അടിച്ചെടുക്കേണ്ടത് എന്നുള്ള ഏറ്റവും വലിയൊരു വിദ്വേഷത്തിൽ തുടങ്ങിയതാണ് സർക്കാരിന്റെ ആഘോഷം. എന്നിട്ട് അത് പാർട്ടിയിലേക്ക് കൊണ്ടുപോകുന്നു, പാർട്ടി അത് അന്വേഷണം നേരിടാമെന്ന് പറയുന്നു. പിന്നീട് അങ്ങനെ ഒരു അവസ്ഥ ഇതിനു മുൻപ് ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയ്ക്ക് ഉണ്ടായിട്ടുണ്ടോ? പിന്നെ നിങ്ങൾ ഇത്രത്തോളം സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ 3-4 വർഷം കഴിയുമ്പോൾ മാറ്റങ്ങൾ അനിവാര്യമാകുമ്പോൾ ഞങ്ങളുടെയൊക്കെ KPCC പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വാർത്താ സമ്മേളനം നടത്തി. ഗോവിന്ദൻ മാസ്റ്റർ അങ്ങനെ പ്രഖ്യാപിച്ചോ? വളരെ വ്യക്തമായി അപ്പോഴല്ലേ ആധികാരികമാകൂ? ബഹുജന പാർട്ടിയായിട്ടുള്ള ഇതൊക്കെ നിങ്ങളുടെ ഊഹാപോഹങ്ങളല്ലേ? അതേറ്റെടുക്കും. അതിനകത്ത് ആരും ഉറ്റുനോക്കിക്കൊണ്ട് ഇത് കോൺഗ്രസിന് എന്തിനാണ് ഈ KPCC പ്രസിഡന്റിനെ മാറ്റിയത്, കോൺഗ്രസ് എന്തുകൊണ്ടാണ് ഇങ്ങനെ പടിയിറങ്ങിയത്, അല്ലെങ്കിൽ ഈ KPCC പ്രസിഡന്റ് ഇത് പൂർത്തീകരിക്കാതെ എന്തുകൊണ്ടാണ് നിങ്ങളത് പിടിച്ചിറക്കി വിട്ടത് എന്നുള്ള അടിസ്ഥാനരഹിതമായിട്ടുള്ള ചോദ്യത്തിന് യാതൊരു വിധമായിട്ടുള്ള കഴമ്പുമില്ല എന്ന് ആദ്യം തന്നെ ഞാൻ ശരത്തിനോട് സൂചിപ്പിക്കുന്നു. അരുൺ, മറ്റൊരു പാർട്ടിയുടെ പോലല്ലോ ഒരു ക്യാപ്റ്റൻ രണ്ട് പാർട്ടികളെ താരതമ്യം ചെയ്ത് സംസാരിക്കാം. ചാർത്തി കൊടുത്ത ഒരു കാര്യമുള്ള ഒരു സ്ഥാനമുള്ള ഈ ക്യാപ്റ്റൻ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി എന്തെങ്കിലും ഒന്ന് പറയുന്നു, ആ മുഖ്യമന്ത്രിക്ക് അനുസൃതമായിട്ട് പാർട്ടിക്കാരെല്ലാം കൈപൊക്കുന്നു. ആ ഒരു പാർട്ടിയല്ലോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അങ്ങനെ ഒരു പാർട്ടിയാണോ അരുൺ? അങ്ങനെയാണോ CPIM എന്ന പാർട്ടിയും LDF-ഉം ഈ സർക്കാരും? മന്ത്രിമാർ തമ്മിൽ ഭിന്നത, ഇങ്ങനെയൊക്കെയാണ് കോൺഗ്രസിന്റെ ഏതായാലും ഈ സമയങ്ങളിലെ ഒരു കാഴ്ചപ്പാട്. മറുപടി എന്താണ്? അരുൺ പറഞ്ഞ ഒരു കാര്യം ഞാൻ അരുണിന്റെ ഒരു സെന്റൻസ് മാത്രം ഞാനൊന്ന് കൂട്ടിയട്ടെ. പഴയ കേരളമല്ല ഇപ്പോഴുള്ള കേരളം എന്ന് പറയുന്ന അരുൺ പറഞ്ഞു. ശരിയാണ് അരുൺ, പഴയ കേരളമല്ല ഇപ്പോഴുള്ള കേരളം. വളരെ വ്യക്തമാണ്. പഴയ കേരളം എങ്ങനെയായിരുന്നു, ഇപ്പോഴുള്ള കേരളം എങ്ങനെയാണെന്ന് വളരെ വ്യക്തമായിട്ട് ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾക്കറിയാം. എങ്ങനെയുള്ള കേരളമായിരുന്നു. പൊളിറ്റിക്കൽ ചർച്ചയിലേക്കാണ് പോയത്. കോൺഗ്രസിനെയും CPIM-നെയും താരതമ്യം ചെയ്തുകൊണ്ട് UDF പ്രതിനിധി പറഞ്ഞതിന് അരുണിന്റെ മറുപടി എന്താണ്? രാഷ്ട്രീയ മറുപടി എന്താണ്? ഈ കോൺഗ്രസ് പ്രതിനിധിക്ക് ഇടതുപക്ഷത്തെ കുറിച്ചോ CPM-നെ കുറിച്ചോ ഒരു ചുക്കും അറിയാൻ പാടില്ലെന്ന് മനസ്സിലായി. ഇപ്പൊ പാർട്ടി സമ്മേളനം ബ്രാഞ്ച് തലത്തിൽ മുതൽ തുടങ്ങി പാർട്ടി കോൺഗ്രസ് പൂർത്തീകരിച്ച് ഇത്ര ജനാധിപത്യപരമായി സമ്മേളനം പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് കൊടുത്ത കമ്മിറ്റ്മെന്റുകൾ കൃത്യമായി സമയബന്ധിതമായി പൂർത്തീകരിച്ച് അത് ജനങ്ങളെ അറിയിക്കുന്ന
ഏക ഗവൺമെന്റായി ഈ സംസ്ഥാന ഗവൺമെന്റ് മാറിയിരിക്കുകയാണ്. പ്രോഗ്രസ് റിപ്പോർട്ടൊക്കെ നമ്മൾ സ്കൂൾ കുട്ടികളുടെ അല്ലേ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളൂ. ഓരോ വർഷവും നമ്മൾ നടത്തുന്ന ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനങ്ങൾ കൃത്യമായി ജനങ്ങളെ അറിയിക്കുക, ഇന്ന പദ്ധതികൾ നടത്തി മുന്നേറുന്നു, ഇന്ന പെൻഡിംഗ് ഉണ്ട് എന്ന് ജനങ്ങളെ അറിയിക്കുന്ന ഒരു ഗവൺമെന്റ് ആയിട്ട് മാറുമ്പോൾ കോൺഗ്രസിന്റെ പ്രതിനിധി വന്ന ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയാണ്. ഇപ്പോ ഏറ്റവും ആദ്യം നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ഒരു ആരോപണമുണ്ട്. എന്താണെന്നറിയോ? ഗവൺമെന്റ് കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കാൻ വേണ്ടി മാധ്യമങ്ങൾക്ക് പണം കൊടുക്കുന്നു എന്നാണ്. ഇപ്പൊ മാധ്യമങ്ങൾ തിരിച്ചു ചോദിച്ചു, ഏതു മാധ്യമത്തിനാണ് പണം കൊടുത്തത്, ഏതു മാധ്യമ പ്രവർത്തകർക്കാണ് പണം കൊടുത്തത്? അപ്പൊ അദ്ദേഹം പറഞ്ഞ അതിന് മറുപടി പിണറായി വിജയൻ പറയട്ടെ എന്നാ. ഈ കേരളത്തിന്റെ പൊതു സമൂഹത്തിൽ വന്ന മലീമസമായിട്ടുള്ള വ്യാജ വാർത്തയും കള്ളവാർത്തയും അർത്ഥസത്യങ്ങളും എല്ലാം തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്ന് അഹങ്കാരത്തിന്റെ ആരൂപിക്കുന്ന പ്രതിപക്ഷ നേതാവും അതേപോലെ തന്നെ പ്രവർത്തിക്കുന്ന KPCC ഭാരവാഹികളും എല്ലാം ഉള്ള കേരളത്തിൽ വന്നാണ് താങ്കൾ ഇത് പറയുന്നത് എന്ന് ഓർക്കണം. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇതേ പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞ ഒരു വാചകമുണ്ട്. ഇറ്റ് ഈസ് നോട്ട് എ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ, ഇറ്റ് ഈസ് എ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്നതാണ്. ഫോണിനെതിരെ കേസ്, AI ക്യാമറയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പദ്ധതി നടപ്പാക്കിയ കേസ്, ജലമെട്രോയ്ക്ക് അഴിമതിയാണെന്ന് പറഞ്ഞു കേസ്, ഏത് വികസന പ്രവർത്തനം നടന്നാലും ഓടി ഹൈക്കോടതിയിൽ കൊണ്ടുപോയി കേസ് കൊടുക്കുന്ന പ്രതിപക്ഷ നേതാവ്. ആ പ്രതിപക്ഷ നേതാവിനോടാണ് പറഞ്ഞത്, രാഷ്ട്രീയ ധാർമ്മികത എന്ന് പറഞ്ഞാൽ അത് മുഖ്യമന്ത്രിയിൽ നിന്ന് പ്രതീക്ഷിച്ചാൽ പോരാ, പ്രതിപക്ഷ നേതാവിനും രാഷ്ട്രീയ ധാർമ്മികതയുണ്ട് എന്ന് പറഞ്ഞ ഒരു അഫിഡവിറ്റ് ഫയൽ ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ നേരെ ഹൈക്കോടതിയുടെ പരിസരത്തേക്ക് ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ നിങ്ങൾ ഉയർത്തിയ ഏത് ആരോപണമാണ് മിസ്റ്റർ? ഏതെങ്കിലും തെളിവിന്റെ ഒരു കണികയെങ്കിലും ഉണ്ട് എന്ന് ജനങ്ങൾക്ക് ഊഹിക്കാനെങ്കിലും കഴിയുന്നത് ഏതെങ്കിലും ശരിവച്ചോ? സ്വർണ്ണക്കള്ളക്കടത്തും ബിരിയാണി ചെമ്പും ഈന്തപ്പഴത്തിന്റെ കുരുവിന്റെ രൂപത്തിലുള്ള സ്വർണവും അതുപോലെ തന്നെ എത്രയോ ആരോപണങ്ങൾ, ഖുറാന്റെ ഉള്ളിൽ വെച്ചുള്ള സ്വർണം, ലൈഫ് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ ആരോപണങ്ങളെല്ലാം കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ബലൂൺ പൊട്ടുന്നത് പോലെ പൊട്ടിപ്പോയി. ഒരു ആരോപണം പോലും നിങ്ങൾക്ക് ശരിവെക്കാൻ കഴിഞ്ഞില്ലെന്ന് പറയുമ്പോൾ എന്ത് പക്ഷമാണ് ഈ പ്രതിപക്ഷം? ഇതൊക്കെ എങ്ങനെ നിങ്ങൾ ജനങ്ങളോട് ഇതൊരു ചർച്ചയിൽ വന്നത്? എന്ത് കഴമ്പ് ആരോപണങ്ങൾ അടിസ്ഥാന അത് സ്ഥാപിച്ചെടുക്കാൻ വിജയ് നിങ്ങളുടെ പ്രതിപക്ഷ നേതാവിന് സംവിധാനത്തിൽ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ താങ്കൾ ഇങ്ങനെ ഉന്നയിച്ചു പോകുന്നു. കോൺഗ്രസ് തുടർച്ചയായി ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. അരുൺ പക്ഷേ മറുപടി പറയേണ്ട ഒരു ചോദ്യം വിജയ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഈ വിജയാഘോഷം തുടങ്ങുന്നത് മന്ത്രിമാരുടെ തമ്മിലടിയിലാണ് എന്നാണ് കോൺഗ്രസ് വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ ഈ KPCC പ്രസിഡന്റുമാരൊക്കെ പടി ഇറങ്ങിയത് അവരുടെ ഒന്നും രാഷ്ട്രീയമായ ദൗത്യം പരാജയപ്പെട്ടിട്ടല്ല എന്ന് കേരളം ധരിക്കണം എന്ന നിലയ്ക്ക് കൂടി പറയുകയുണ്ട്. ഇതാണ് ഈ കഴിഞ്ഞ ചർച്ചയുടെ ആ ഘട്ടത്തിൽ ഉയർന്നു വന്ന പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം. അരുണിന്റെ സംശയമില്ല അദ്ദേഹത്തിന്. അരുണിന്റെ മറുപടി ചുരുക്കി വേഗത്തിൽ. ഈ 9 കൊല്ലത്തിനിടയിൽ, ഈ കഴിഞ്ഞ 9 കൊല്ലത്തിനിടയിൽ സഖാവ് പിണറായി വിജയനെ താഴെ ഇറക്കിയിട്ട് വേണം എനിക്ക് രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കാൻ എന്ന് പറഞ്ഞ് കോൺഗ്രസിന്റെയും BJPയുടെയും നിരവധി നേതാക്കന്മാർ വന്നു. അതിൽ കുമ്മനം രാജശേഖരനുണ്ട്, K സുധാകരനുണ്ട്, നിരവധി ആളുകളെ, മുല്ലപ്പള്ളി അടക്കം നമ്മൾ കണ്ടു. പക്ഷെ ഇവരെല്ലാം സ്വയം പണി നിർത്തിപ്പോയി എന്നല്ലാതെ സഖാവ് പിണറായി വിജയൻ സഖാവ് ജനങ്ങൾക്ക് കൊടുത്ത വാക്കുകൾ കൃത്യമായി പാലിച്ച് ഒരു നവകേരളമായി ഈ കേരളത്തെ വികസിപ്പിച്ച് കുതിച്ചു മുന്നേറുന്ന കാഴ്ചയാണ് നാം കണ്ടത്. ഇപ്പൊ വരുന്ന 1 കൊല്ലത്തിനുള്ളിൽ തന്നെ ഇത്ര പേർക്ക് തൊഴിൽ കൊടുക്കും, ഇന്ന വികസന പ്രവർത്തനം ഞാൻ നടത്തും, ഈ കേരളത്തിന്റെ മുഖം മാറ്റും എന്ന അന്തസ്സോടെ പറയുകയും അത് കൃത്യമായിട്ട് പ്രാവർത്തികമാക്കി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഇനി കുറെ വ്യാജ പ്രചരണവും നുണവാർത്തകളും മാത്രമേ ഇനി ഒരു മാർഗമുള്ളൂ. കാരണം ഇതുവരെയുള്ള നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ആജീവനാന്ത പ്രതിപക്ഷമായി കേരളത്തിൽ മാറാൻ, പക്ഷെ ആജീവനാന്ത പ്രതിപക്ഷ നേതാവായി മാറാൻ ശ്രീ VD സതീശനെ KPCCയുടെ ഭാരവാഹികൾ സമ്മതിക്കില്ല, നമുക്കറിയാം. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ എത്രയോ ആരോപണം, ഒരൊറ്റ ആരോപണത്തിൽ വിജിലൻസ് കോടതി, ജില്ലാ കോടതി, ഹൈക്കോടതി എല്ലാം എടുത്ത് തോട്ടിലെറിയുന്ന സാഹചര്യം ഉണ്ടായി. തോട്ടിലെറിയാത്ത എന്താ പറഞ്ഞ? ഏത് കോടതി? ഹൈക്കോടതി പറഞ്ഞു തെളിവിന്റെ ഒരു കണിക. അങ്ങനെ പറയാൻ ഒരു കേസും ഇല്ല എന്നുള്ളതാണ് നിങ്ങളുടെ കേസിനെ തീർത്തും ദുർബലമാക്കുന്നത്. വിജയ്, തോട്ടിലെറിയാത്ത ഒരു കേസിനെ പറ്റി ഞാൻ പറയാം. CMRLന്റെ കേസ് വീണ്ടും സ്റ്റേ ചെയ്തു സാർ. അതിൽ അരുൺ ഇടപെടണമെന്ന് തോന്നില്ല. ഒരു വാർത്ത മാത്രമാണ് ഞാൻ പറയുന്നത്. വിജയ്, ആ കേസ് വീണ്ടും ഹൈക്കോടതി സ്റ്റേ ചെയ്തു. നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയയ്ക്കും രാഹുലിനും കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നു, കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ വരുന്നു ആ കേസിൽ. നിങ്ങളാണ് യഥാർത്ഥത്തിൽ അഴിമതി ആരോപണങ്ങളിൽ കൂടുതൽ കുരുങ്ങി നിൽക്കുന്നത്. നിങ്ങൾക്ക് SFIO വെച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം നിയമപരമായി വന്നിരിക്കുന്നു. വാർത്തയാണ് ഞാൻ സൂചിപ്പിച്ചത്. അങ്ങനെ പറയുമ്പോൾ നിരവധി അനവധി കേസുകൾ നിങ്ങൾ ഈ പൊതുസമൂഹത്തിനോട് പറയണം. അത് മുദ്രാവാക്യമല്ലേ ആവുന്നുള്ളൂ. നിരവധി അനവധി. അരുൺ മറുപടി കൊടുത്തോ? എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിലായിക്കോളൂ.
അതായത് കേരളത്തിൽ തിരുവനന്തപുരം വിജിലൻസ് കോടതി, കോട്ടയം വിജിലൻസ് കോടതി, മൂവാറ്റുപുഴ വിജിലൻസ് കോടതി, കേരളത്തിന്റെ ഹൈക്കോടതി, അതുപോലെ ഡൽഹിയിലെ കോടതി, ഇപ്പൊ കേരളത്തിന്റെ ഹൈക്കോടതി വീണ്ടും ആ കേസ് സ്റ്റേ ചെയ്ത് 4 മാസത്തേക്ക് അനങ്ങരുതെന്ന് പറഞ്ഞു. ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ ഉന്നയിക്കപ്പെട്ടത് മനോരമ മാസപ്പടി എന്ന് പറയും. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നാൽ തൂങ്ങിച്ചാവുമെന്ന് പറഞ്ഞ പത്രമാണ്. ആ പത്രം ഓരോ കഥകൾ പറക്കും. നിങ്ങളുടെ തന്നെ കോട്ടയം DCCയുടെ ജനറൽ സെക്രട്ടറി പറഞ്ഞു, എന്താണോ മനോരമയിൽ രാവിലെ വരുന്ന വാർത്ത അതാണ് VD സതീശന്റെ അന്നത്തെ പത്രസമ്മേളനം, അതാണ് അന്നത്തെ ചാനലുകളുടെ ചർച്ച. ഞാനല്ല പറഞ്ഞത്, നിങ്ങളുടെ DCCയുടെ സെക്രട്ടറിയാ, നിങ്ങളുടെ DCCയുടെ സെക്രട്ടറിയാ, DCCയുടെ സെക്രട്ടറി പറഞ്ഞ കാര്യമാണ്. ഞാൻ പറഞ്ഞ 100% വസ്തുതയാണ്. നിങ്ങളുടെ DCC സെക്രട്ടറി പറഞ്ഞതാണ്. ഉത്തരം പറയൂ. ഞാൻ അയച്ചു തരണോ? ഞാൻ അയച്ചു തരണോ? നിങ്ങളുടെ DCCയുടെ സെക്രട്ടറി പറഞ്ഞല്ലോ, എന്താണ് മനോരമ പറയുന്നത് അതാണ് VD സതീശൻ എന്ന് പറയുന്നത്. ആ സെക്രട്ടറി നടപടി കേരളത്തിൽ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിച്ചു. അത് ഇങ്ങനെ ഗോൾ പോസ്റ്റ് മാറ്റാതെ വിജയ്, നമ്മളൊരു വിഷയം വേറെയാ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നോ അത് ശരിയല്ല. അത് എത്രയോ തവണ ഇവിടെ സംസാരിച്ചു കഴിഞ്ഞ കാര്യമാണ്. എത്രയോ മേഖലകളിൽ രാജ്യത്തെ 1ാം നമ്പർ സംസ്ഥാനമായി നിൽക്കും. അതിനൊരു ഡിബേറ്റിന് പോലും ഞാനില്ലെന്നേ. ഒരു ഡിബേറ്റ് കേരളത്തെ യഥാർത്ഥത്തിൽ നിങ്ങൾ തന്നെ ഉണ്ടാക്കിയ ഒരു അതിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ടോപ്പ് അച്ചീവർ ആരാണ്? കേരളമല്ലേ. നീതി ആയോഗിന്റെ രാജ്യത്തെ ഏറ്റവും മികച്ച സംസ്ഥാനം ഏതാണ് സർ? നിങ്ങളുടെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ പോലും മറികടന്നുകൊണ്ട് നിരന്തരം ആരോഗ്യ മേഖല, വയോജന നയത്തിന്റെ കാര്യത്തിൽ എല്ലാ തരത്തിലും എന്താ സംശയം? മന്ത്രി തന്നെ അതിനെ നിരാകരിച്ചത് നിങ്ങൾ അറിഞ്ഞില്ലേ? പിന്നെ നിങ്ങൾ യഥാർത്ഥത്തിൽ കേരളത്തെ ഇകഴ്ത്തിക്കാട്ടുന്നത് കേരളത്തിലെ പ്രതിപക്ഷമാണ്. അരുൺ ഇതൊന്നും ചർച്ച ചെയ്ത് ബേസ്ലെസ് ആണ് വിജയ്. നിങ്ങൾ പറയും അരുൺ, ടോപ്പ് അച്ചീവർ ആരാണ്? ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ടോപ്പ് അച്ചീവർ രാജ്യത്ത് ആരാണ്? വിജയ്ക്ക് അറിയുമോ? ആരാണ്? ഈ കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങളൊന്നും ചർച്ചയാക്കണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നില്ല. ഏത് വിഷയത്തിലാണ്? ആരോഗ്യമാണോ, വിദ്യാഭ്യാസമാണോ, സാമൂഹിക വികസനമാണോ? നിങ്ങൾ ഇപ്പോഴും ഈസ് ഓഫ് ഡൂയിങ് എന്ന് പറഞ്ഞതിൽ പൊലിമ കാണിച്ചുകൊണ്ട് ഈ മഹാസംഭവമായി നിങ്ങൾ കൊണ്ടുപോകുന്നത് നിങ്ങൾക്കറിയില്ലേ? വിജയെ പഠിപ്പിച്ചിട്ട് യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങളാണ് വസ്തുത ഒന്നും ബോധ്യപ്പെടുത്താനില്ല. പക്ഷെ വസ്തുത ഇങ്ങനെയൊക്കെ ഉണ്ട് ഈ നാട്ടിൽ. മനസ്സിലായില്ലേ? കേരളം കടത്തിലാണെന്ന് നിങ്ങൾക്ക് പറയണമെങ്കിൽ നിങ്ങൾ കണക്ക് അവതരിപ്പിക്കണം. നിങ്ങൾ ടോപ്പ് അച്ചീവർ അല്ല കേരളം എന്ന് നിങ്ങൾക്ക് സ്ഥാപിച്ചെടുക്കാൻ കഴിയും. അങ്ങനെയല്ല യാഥാർത്ഥ്യം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പറ്റിയും കേരളം നമ്പർ 1 ആണെന്ന് പറ്റി ക്രമസമാധാനത്തിന് യാതൊരു തകർച്ചയില്ലാന്നും മുഖ്യമന്ത്രി ക്യാപ്റ്റൻ ആണെന്നും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ പറയുമ്പോൾ ഇവിടെ ഒരു പൊതുസമൂഹമുണ്ട്, ഇവിടെ ജനാധിപത്യ വിശ്വാസികളുണ്ട്. അവരുടെ മുന്നിലാണ് നിങ്ങൾ ഈ കണക്ക് ബോധിപ്പിക്കേണ്ടത്. അല്ലാതെ ബഹിരാകാശത്തല്ല, കേരളത്തിന്റെ മണ്ണിൽ 14 ജില്ലകളിലും ഈ വിഷയം അവതരിപ്പിക്കുമ്പോൾ പ്രതിപക്ഷം കണക്കുകൾ വെച്ച് വസ്തുതകൾ വെച്ച് ഡിബേറ്റ് ചെയ്യുന്നില്ല. പകരം നിങ്ങൾ കുറെ മൈതാന പ്രസംഗം നടത്തുകയാണ്. അതാണ് അപാകത എന്ന് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് അവതരിപ്പിക്കാനുള്ള ജനാധിപത്യപരമായ എല്ലാ അവകാശവുമുണ്ട്. പക്ഷേ അത് കണക്കുകൾ അവതരിപ്പിച്ചാകണം, രേഖകൾ വെച്ചാകണം, വസ്തുതകൾ ഉള്ളതാകണം. നിർഭാഗ്യവശാൽ കേരളത്തിലെ പ്രതിപക്ഷം സർക്കാരിന്റെ മികവുകളെ കേവലം ഈ മൈതാന പ്രസംഗത്തിലേക്ക് പരിമിതപ്പെടുത്തിയാൽ നേട്ടങ്ങൾ, ഒരു നാടിന്റെ നേട്ടം ഇല്ലാതാവില്ല വിജയ്. ഈ നാടിന്റെ നേട്ടങ്ങൾ അതുകൊണ്ട് ഇല്ലാതാവില്ല. സ്വാമി സന്ദീപാനന്ദഗിരി, ഈ രാഷ്ട്രീയ തർക്കം അല്ലെങ്കിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ നിൽക്കുമ്പോഴും സ്വാമി ഇതിൽ ഇപ്പോൾ പൊതുസമൂഹം, കേരളത്തിൻ്റെ പൊതുസമൂഹം, കേരളത്തിൻ്റെ മാറ്റം, കേരളത്തിൻ്റെ ഒരു കേരളീയ ജീവിതം, അതിൽ ഒരു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാർ, അതിനോട് വിയോജിക്കുന്ന മറുകൂട്ടർ, ഇത്രയും ഒരു വസ്തുതയുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. ഇതിൽ നിന്നുകൊണ്ട് കേരളത്തിൻ്റെ പൊതുസമൂഹം അനുഭവിച്ചറിയുന്ന അവരുടെ ഒരു ജീവിതാനുഭവം എങ്ങനെയാകുമെന്നാണ് സ്വാമി കരുതുന്നത്? അല്ല ശരത്തെ, ഇതിൽ വളരെ പ്രധാനമായിട്ടുള്ളത് ഏതൊരു സംസ്ഥാനത്തിൻ്റെ ആണെങ്കിലും അതിൻ്റെ ഒന്നാമത്തെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ആരോഗ്യം എന്ന് പറയുന്ന ആരോഗ്യരംഗമാണ്. ആ ആരോഗ്യരംഗത്തുണ്ടായിട്ടുള്ള മാറ്റം നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ ഇല്ലയേ എന്നുള്ളതിനപ്പുറത്ത് നമ്മൾ വെറുതെയെങ്കിലും ആശുപത്രിയിൽ വല്ലവരെയും കാണാൻ വേണ്ടി സർക്കാർ ആശുപത്രി, നമ്മുടെ ക്ലിനിക്കുകൾ എല്ലാം പോയി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുമല്ലോ എന്താണ് അതിൻ്റെ നിലവാരം, എത്രമാത്രം അത് മാറിക്കഴിഞ്ഞു, ടോയ്ലറ്റ് എല്ലാം തന്നെ. അപ്പോൾ ആരോഗ്യം. രണ്ടാമത്തത് ഏറ്റവും പ്രധാനം വിദ്യാഭ്യാസമാണ്. വിദ്യാഭ്യാസ രംഗത്ത് ഇപ്പോൾ സാധാരണ സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ ഇപ്പോൾ നമ്മുടെയൊക്കെ പ്രായമുള്ളവർ ഇനിയൊരു സ്കൂളിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ലാതെ ഈവൻ രക്ഷിതാവ് പോലും അല്ലാത്തവർ സ്കൂളിൽ പോകുന്നുണ്ട്. എപ്പോഴാണ്? വോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോഴാണ് സ്കൂൾ കാണുമ്പോൾ അന്തം വിടുന്നത്. ആ വിദ്യാഭ്യാസ രംഗത്തുണ്ടായിട്ടുള്ള മാറ്റം മാത്രമല്ല, പാഠപുസ്തകങ്ങൾ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് കൊടുത്തിരുന്ന ഒരു ചരിത്രം ഉണ്ടോ? അങ്ങനെ നമ്മൾ കേട്ടിട്ടില്ല, കണ്ടിട്ടുമില്ല. പക്ഷേ ഇപ്പോഴെന്താ,
സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ സംഗതി റെഡിയാണ്, കുട്ടികൾക്ക് കൊടുക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ യൂണിഫോം കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിലില്ല. അത് യൂണിഫോം തയ്ക്കാനുള്ള കാശ് വരെ കൊടുക്കുന്നു. നമ്മുടെ ആശ്രമത്തിൽ ജോലി ചെയ്യുന്നവർ പറയാറുണ്ട്, അവരൊക്കെ ഇത് അനുഭവിക്കുന്നവരാണ്, അവർ പറയാറുണ്ട്. അപ്പോൾ ആരോഗ്യം, വിദ്യാഭ്യാസം, കാർഷിക രംഗത്ത് നമുക്ക് പല നയങ്ങൾ നമ്മൾ കൊണ്ടുവന്നു. ആരോഗ്യരംഗം, വിദ്യാഭ്യാസ രംഗം, കാർഷിക രംഗം, വ്യാവസായിക രംഗം, ഇന്ന് മുഴുവൻ ഏറ്റവും കൂടുതൽ പറയപ്പെട്ടിട്ടുള്ള അതാണ്. വ്യാവസായിക രംഗത്ത് വന്നിട്ടുള്ള അഭൂതപൂർവമായിട്ടുള്ള വളർച്ച. ഇങ്ങനെ ഏത് സംസ്ഥാനം ഞാൻ നേരത്തെ പറഞ്ഞതാണെങ്കിലും നേരത്തെ വിജയുടെ ചില വാചകങ്ങൾ കൊണ്ടാണ് ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ, അതായത് രാജ്യത്തെ ഏറ്റവും മികച്ച നിക്ഷേപ സൗഹൃദ അന്തരീക്ഷം, അത് 28ാം റാങ്കിലായിരുന്നു 16-ൽ. അവിടെ നിന്ന് മെല്ലെ മെല്ലെ അത് കയറി ടോപ്പ് അച്ചീവറായി. ആദ്യം 1ാം റാങ്ക് എന്ന് പറയുന്നത്, ആ റാങ്കിങ് സിസ്റ്റം ഇല്ല എന്ന പ്രശ്നം വന്നപ്പോഴും ടോപ്പ് അച്ചീവറായി. അത് കേരളത്തിന് പ്രഖ്യാപിച്ച കൊമേഴ്ഷ്യൽ മിനിസ്ട്രിയുടെ മന്ത്രി തന്നെയാണെന്ന ഇൻവെസ്റ്റ് കേരളയിൽ പങ്കെടുത്ത്. ഇന്നത്തെ യോഗത്തിൽ സ്വാമി മനസ്സിലാക്കിയത് എന്താണ്? ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ, നിക്ഷേപ സൗഹൃദ അന്തരീക്ഷത്തിൽ കേരളത്തിൻ്റെ ഈ ടോപ്പ് അച്ചീവർ പദവിയെ അവിടെ എത്തിയ ആ മേഖലയുമായി ബന്ധപ്പെട്ടവർ സ്വീകരിക്കുന്നതും അഭിനന്ദിക്കുന്നതും അല്ലേ അവിടെ കണ്ടത്? തീർച്ചയായിട്ടും അവർക്കൊന്നും ഒരു രാഷ്ട്രീയത്തിനപ്പുറത്ത് അവരവരുടെ മേഖലയെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യാണ്. അതിനെയാണ് കൃത്യമായിട്ട് മുഖ്യമന്ത്രിയും പറഞ്ഞത്. നമുക്ക് ശരത്തെ ഒരു 10 വർഷം മുമ്പുള്ള മലയാള സിനിമയിൽ ഈ പറഞ്ഞ പല ലൊക്കേഷനുകൾ, ഒരു ഓഫീസ് കാണിക്കുന്ന സമയത്ത് ഇതെല്ലാം ഇപ്പോഴത്തെ നോക്കൂ, പുതിയത് കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും ഒരു ഓഫീസ് സെറ്റപ്പ് എങ്ങനെയാണ്. ഒരു സർക്കാർ ആണെങ്കിലും, ഒരു സ്വകാര്യ സ്ഥാപനങ്ങൾ, ഒരു ഹോട്ടല്, ഏറ്റവും കൂടുതൽ 5 സ്റ്റാർ ഹോട്ടൽ ഇന്ത്യയിലുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് കേരളയ്ക്ക് പീയൂഷ് ഗോയൽ അത്ഭുതപ്പെട്ടു പോയി. അദ്ദേഹം ആ നമ്പറൊക്കെ എടുത്തു പറയുന്നുണ്ടായിരുന്നു ഇൻവെസ്റ്റ് കേരളയിൽ വന്നപ്പോൾ. അതെ, ഇപ്പോൾ കമലഹാസനൊക്കെ പറയുന്നുണ്ടല്ലോ, ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നു കേരളം എന്ന്. അദ്ദേഹം പല കാരണങ്ങളെ കൊണ്ട്. അതുപോലെ ആരാണ് കേരളത്തിൽ വന്ന ശരത്തെ ഈ കഴിഞ്ഞ ഒരൊറ്റ കാര്യം കൂടെ പറയാം. കഴിഞ്ഞ ഒരു 2-3 മാസങ്ങൾക്ക് മുമ്പ് ഈ അമേരിക്കയിൽ അമേരിക്കയിൽ നിന്ന് വന്നവർ, അവർ ഡൽഹിയിൽ ഈ ലോട്ടസ് ടെമ്പിൾ കാണാൻ വേണ്ടിയിട്ടായിരുന്നു അവർ വന്നത്. കേരളത്തിലേക്കും നമ്മൾ അവരെ കൊണ്ടുവന്നു. അപ്പോൾ അവർ 2 വ്യത്യാസങ്ങൾ അവർ പറഞ്ഞിട്ട്, കേരളം അത് അവർ അങ്ങേയറ്റം ഇവിടുത്തെ എല്ലാ കാര്യങ്ങളെ കൊണ്ടും, അതേസമയം ഡൽഹിയെക്കുറിച്ച് അവർക്കുള്ള ഒരു അനുഭവവും. അപ്പോൾ പുറത്തുള്ളവർക്ക് കൃത്യമായിട്ട് അത് ഫീൽ ചെയ്യുന്നു. രാഷ്ട്രീയം അല്ലല്ലോ. ഞാൻ അതുകൊണ്ടാണ് രാഷ്ട്രീയത്തിന് അതീതമായി അനുഭവങ്ങളിലൂടെയും യാത്രകളിലൂടെയും വരുന്ന മാറ്റവും തിരിച്ചറിവും ജനങ്ങളുടെ ഒരു ഭാഗത്ത് നിന്ന് എങ്ങനെ എന്നറിയാനാണ്. അതിനോട് യോജിപ്പും സ്ത്രീകൾക്ക് കൊടുക്കുന്ന റെസ്പെക്ട്, അതൊക്കെ നിയമപരമായിട്ട് വിജയ്, ഞാൻ ഇതിൽ കാണുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് പൂർണ്ണമായും അതിനോട് വിയോജിക്കേണ്ടതായി വരും. ഞാനതൊരു ദീർഘമായ ചർച്ചയിലേക്ക് പോകാൻ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം, വളരെ ചുരുങ്ങിയ സമയം പ്ലീസ്. അതായത് ഒരു സർക്കാർ ഉത്തരവാദിത്തത്തോടെ ചെയ്ത കാര്യങ്ങളെ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കും. ഞാൻ പറയുന്ന ഒരു വിവരാവകാശ രേഖ പോലെയാണ്. ഈ പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഓരോന്നെടുത്ത് വെച്ചിട്ട് ഈ സർക്കാർ കളവ് പറയുന്നു, ഇത് ശരിയല്ല എന്ന് പറയാൻ പ്രതിപക്ഷത്തിന് വലിയ റൈറ്റ്സ് ഉണ്ട്. പക്ഷേ ഇന്നേ വരെ ഈ പ്രോഗ്രസ് റിപ്പോർട്ടിനെ അങ്ങനെ അപഗ്രഥിച്ച് ഇത് കളവാണ് എന്ന് പറയാൻ കഴിഞ്ഞിട്ടില്ല. മറുഭാഗത്ത് നിങ്ങളോ ഞാൻ പറയും ഉത്തരവാദിത്തമില്ലാതെ കേവലം രാഷ്ട്രീയ വിശദീകരണ മാത്രമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് വ്യത്യാസം. കേരളത്തിൻ്റെ പൊതുസമൂഹം ഇത് കാണുകയാണെന്നാണ് ഞാൻ പറയുക. ശരത്, അതിന് മുൻപായിട്ട് ഈ ശ്രീ സന്ദീപ് ആനന്ദഗിരി പറഞ്ഞതുപോലെ അദ്ദേഹം നേരത്തെ ഈ കാസർഗോഡ് പോയി വന്നില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ആ വിള്ളലിനകത്ത് വിട്ടുപോയേനെ. ഒന്ന്, പിന്നെ അദ്ദേഹം കുറച്ചുകൂടി ചരിത്രം കുറച്ചുകൂടി വ്യക്തമായി തന്നെ പഠിക്കേണ്ടിയിരിക്കുന്നു. അത് മാത്രമല്ല, പഠിച്ച ചരിത്രം അത് വ്യക്തമായി തന്നെ സംസാരിക്കുവാനും അത് കേൾക്കുവാനും അത് പൊതുസമൂഹം അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. നിങ്ങളുടെ വിജയുടെ അഭിപ്രായത്തിലേക്കുള്ള ഒരു വലിയ മനുഷ്യന് ഉണ്ട് എന്ന് എന്റെ ചോദ്യത്തിന് വിജയ്ക്കുള്ള അഭിപ്രായമാണ്. അത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. അദ്ദേഹം ഒരു പാർട്ടി പ്രതിനിധി, ഒരു ആചാര്യൻ, നിങ്ങളോടുള്ള ചോദ്യത്തിനുണ്ടോ? വളരെ വ്യക്തമായി തന്നെ നിങ്ങളോടുള്ള ചോദ്യത്തിന് പൊതുസമൂഹത്തിനോട് പറയുവാനുള്ള ബാധ്യത അദ്ദേഹത്തിനുണ്ട്. താങ്കളുടെ കൂടി അവസരം. ഈ പറയുന്നത് പോലെ ഈ പറയുന്ന ഈസ് ഓഫ് ഡൂയിങ്ങിന്റെ കാര്യം, പ്രോഗ്രസ് റിപ്പോർട്ടിന്റെ കാര്യം പറയുന്നു. വന്ന ഒരു നിങ്ങൾ ഉത്തരവാദിത്തമില്ലാത്ത രാഷ്ട്രീയ വിശദീകരണം മാത്രമാണോ നടത്തുന്നത്? ഇതാണ് അവസാനം എന്റെ ചോദ്യം. വ്യവസായത്തിന്റെ കാര്യം ഡീറ്റെയിൽസിലേക്ക് പോകാനില്ല. നിങ്ങൾ ഉത്തരവാദിത്തമില്ലാത്ത രാഷ്ട്രീയ വിശദീകരണമാണ് പറയുന്നത്. ശരത്, എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ പറയണമെന്ന് പറയുന്നത് ശരിയാണ്. ഞാൻ പറഞ്ഞില്ല. പക്ഷേ എന്റെ ചോദ്യത്തെ അഡ്രസ് ചെയ്യാം. ഇവിടെ സന്ദീപാനന്ദ സർ, നിങ്ങൾ അദ്ദേഹത്തെ വിടൂ. അദ്ദേഹം CPM പ്രതിനിധിയല്ല. അതവിടെ അരുണുണ്ട്. നിങ്ങൾ അതിന് മറുപടി പറഞ്ഞു. അത് അദ്ദേഹത്തിന്റെ സാമൂഹ്യ നിരീക്ഷണമാണ്. അരുൺ, നിങ്ങളുടെ കൂടി അവസരം. അരുണിന്റെ അവസരം. സമയം തീർന്നു. സോറി. ഇപ്പൊ
ഒറ്റ അവസരം ഞാനതാ പറഞ്ഞു എന്റെ ഒരു ചോദ്യത്തോടെ അഡ്രസ് ചെയ്ത് നമുക്ക് ചർച്ച അവസാനിപ്പിക്കാൻ വേണ്ടിയല്ലേ വിജയ് പറയുന്നത്. അത് പോട്ടെ, ആരോപണം അതെ 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 ആരോപണം എന്താ? കടം കൂടി ശരിയാണ്. കേരളത്തിലെ കടം കഴിഞ്ഞ 9 വർഷമായിട്ട് കൂടിയിട്ടുണ്ട്. പക്ഷേ കേരളത്തിന്റെ സ്വത്ത് അത് കൃത്യമായി പറഞ്ഞാൽ 9 ലക്ഷം കോടിയാണ് വർദ്ധിച്ചത്. കണക്കിലേക്ക് പോകാൻ സമയമില്ല. 5.61 ലക്ഷം കോടിയായിരുന്നു. 14.2 ലക്ഷം കോടി. ഞാൻ പറഞ്ഞത് പ്രതിപക്ഷത്തിന് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ സർക്കാരിന്റെ വാദങ്ങളെ അതിജീവിക്കാൻ കഴിയുന്നുണ്ടോ? ഞാൻ വിജയോട് ചോദിച്ചതുപോലെ തന്നെ താങ്കളോട് ചോദിക്കുന്നു വളരെ ചുരുക്കത്തിൽ. ഒരിക്കലുമില്ല. വികസന പ്രവർത്തനങ്ങൾ ഓരോന്നായി നടപ്പാക്കി ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്നു, ജനങ്ങളുടെ സംശയം തീർത്തു കൊടുക്കുന്നു. UDF-ന് അതിൽ ഒരു കാര്യം പോലും ഉന്നയിക്കാൻ പോലും കഴിയാതെ വരുമ്പോ പരസ്പര വിരുദ്ധമായ ആരോപണം ഉന്നയിക്കുന്നു. ഏതായാലും ഈ ഡിബേറ്റിങ്ങിനെ തുടരുക തന്നെയാണ്. ചെയ്ത കാര്യങ്ങൾ വിശദീകരിച്ച് അത് രേഖയാക്കി ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ച് സർക്കാർ നിൽക്കുന്നു. അത് തുറന്നു പരിശോധിക്കാം, വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ ആകാം എന്ന് പ്രതിപക്ഷത്തോടക്കം പറയുന്നു. അതൊരു പൊതു ഡോക്യുമെന്റ് ആകുന്നു, പബ്ലിക് ഡോക്യുമെന്റ് ആകുന്നു. മറുഭാഗത്ത് പ്രതിപക്ഷമാകട്ടെ അവരുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടുള്ള ഒരു വിമർശനത്തിലേക്ക് പരിമിതപ്പെടുകയാണോ എന്ന രാഷ്ട്രീയ വിമർശനം ഉയരുകയാണ്. ഈ പ്രോഗ്രസ് കാർഡുകളെ, ഈ പ്രോഗ്രസ് റിപ്പോർട്ടുകളെ അതിൻ്റേതായ ഉത്തരവാദിത്വത്തോടെ സമീപിച്ച് ചലഞ്ച് ചെയ്യാൻ, ഖണ്ഡിക്കാൻ നാളിതുവരെ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യം അവിടെ കൂടുതൽ പ്രസക്തമാവുകയാണ്. ഇത് 9ാം പ്രോഗ്രസ് റിപ്പോർട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ചത്. അടുത്തത് 10ാം പ്രോഗ്രസ് റിപ്പോർട്ടാണ് എന്നുള്ളതാണ് അതിൻ്റെ വലിയ സവിശേഷത. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.